അപ്പോൾ നമ്മൾ ഇനി അടുത്ത ടോപ്പിക് ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഐഡന്റിറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓരോ രാജ്യത്തെ പൗരനാണെങ്കിൽ നമുക്കൊരു നാഷണൽ ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പോൾ ആ രാജ്യത്തെ പൗരനാണെന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണ് ഈ നാഷണൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡിജിറ്റൽ ഐഡന്റിറ്റി എന്ന് സിമ്പിളായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ ഒരുപാട് ബാങ്കുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ബാങ്കിങ്ങിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതൊക്കെ ഡിജിറ്റൽ ഐഡന്റിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. കാരണം ഇവിടെയൊക്കെ നമുക്ക് ഐഡന്റിറ്റി ഉള്ളത് എന്താണ്, ഒരു ഡിജിറ്റൽ ആയിട്ടാണ് ഈ ഐഡന്റിറ്റി ഒക്കെ നിലകൊള്ളുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഐഡന്റിറ്റികളാണ് നമ്മൾ ഡിജിറ്റൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇപ്പൊ നോർമലി ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റിയിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ആവുന്നുണ്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു നെയിം ഉണ്ടാവും, പിന്നെ ഒരു ഇമെയിൽ, ഫോൺ നമ്പർ, യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഐഡന്റിറ്റി യൂസ് ചെയ്യാനുള്ള ഫിംഗർ പ്രിന്റ്, ഫേസ് ഐ ഡി, ഇത്തരം കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അഥവാ നോർമലി ഇപ്പൊ നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ, നമ്മുടെ നെയിം കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ഇത്തരം ഡാറ്റകളൊക്കെ നമ്മൾ ഗൂഗിളിന് കൊടുക്കുന്ന സമയത്ത് ഗൂഗിൾ നമുക്ക് തരുന്ന ഒരു അക്കൗണ്ട് ആണ് ഈ ജിമെയിൽ എന്നുള്ളത്. അപ്പൊ ഇത്തരത്തില് നമ്മൾ കുറച്ച് ഡാറ്റ അങ്ങോട്ട് ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്ത ഡാറ്റ വെച്ചിട്ട് നമുക്കൊരു ഐഡന്റിറ്റി എന്ത് ചെയ്യും, ആ കമ്പനി നമുക്ക് തരും. ഇത്തരത്തിലുള്ള ഐഡന്റിറ്റികളാണ് നമ്മൾ ഡിജിറ്റൽ ഐഡന്റിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ യുവർ ഐഡന്റിറ്റി ഇൻ ദ ഓൺലൈൻ വേൾഡ്. നമ്മൾ ഓൺലൈൻ വേൾഡിൽ നമ്മൾ പല സാധനങ്ങൾ ഉപയോഗിക്കണം സമയത്ത്, അതായത് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ഉദാഹരണം. കാരണം ഫ്ലിപ്കാർട്ടിൽ അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു വസ്തുവും അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാകുന്നുള്ളതാണ് ഡിജിറ്റൽ ഐഡന്റിറ്റിക്ക് ഉദാഹരണമാണ്. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അക്കൗണ്ട് ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ആക്സസ് ചെയ്യാനോ അതല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കാനോ നമുക്കൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അപ്പൊ ഒരു ഐഡന്റിറ്റി നമുക്ക് മസ്റ്റ് ആണ്. ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇൻസ്റ്റഗ്രാമിലെ ഈ പറഞ്ഞ ഫീച്ചറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണമാണ്, ഇപ്പൊ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ എഡ്യൂക്കേഷൻ പോർട്ടലിൽ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരിക്കും. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമ്മളെ എക്സാം സ്കോറുകൾ, അതുപോലെ തന്നെ പുതിയ എക്സാമിന് അപ്ലൈ ചെയ്യാന്, അതുപോലെ തന്നെ ഈ അടുത്ത സെമ്മിലേക്കുള്ള ഫീസ് അടക്കാന്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വേണം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പോർട്ടലിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫീ ഒക്കെ അടച്ചു കഴിയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്ന ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ആണ്. ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ പേയ്മെന്റ് അടക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ റിസൾട്ടുകൾ കാണുന്നതും അതുപോലെ തന്നെ നമുക്ക് ഇനി എന്തെങ്കിലും പരാതികൾ അയക്കാനുണ്ടെങ്കിൽ ആ പരാതികൾ അയക്കുന്നതും ഒക്കെ ഈ ഒരു പോർട്ടൽ ഉപയോഗിച്ചാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഐഡന്റിറ്റികളെ മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ഇതിന്റെ ഒരു ഓവർലുക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് ഡിജിറ്റൽ ഐഡന്റിറ്റിന്റെ. ഒന്ന് നിങ്ങൾക്ക് അറിയണ പോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, അത് ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ലിങ്ക്ഡിൻ ആവട്ടെ, ഏതും ആവട്ടെ. അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്, അല്ലെ, നമുക്കൊരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റിക്കുള്ള ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ് ലോഗിൻ, പേയ്മെന്റ് ആപ്പുകൾ, ഗൂഗിൾ പേയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ സ്റ്റുഡന്റ് പോർട്ടൽ ലോഗിൻ, ഞാൻ പറഞ്ഞില്ല നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന നമുക്കൊരു സ്റ്റുഡന്റ് പോർട്ടൽ ഉണ്ടാവും. അപ്പൊ ആ യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്ന ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ആണ്. ആ ഡിജിറ്റൽ ഐഡന്റിറ്റി ഉള്ളവർക്ക് മാത്രമേ ആ പോർട്ടൽ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ലോകത്തുള്ള എല്ലാവർക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കോളേജ് പോർട്ടൽ യൂസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, അവിടെ അഡ്മിഷനിൽ എൻറോൾ എടുക്കുന്ന കുട്ടികൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യും, ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു അക്കൗണ്ട് അവർ തരികയാണ്. ഈ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്, എല്ലാം അത് മുഖാന്തരമാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തരുന്ന ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റുഡന്റ് പോർട്ടൽ ലോഗിൻ എന്നുള്ളത് എന്താ, ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഹെൽത്ത് റെക്കോർഡുകളൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇനി വൈ ഡിജിറ്റൽ ഐഡന്റിറ്റി ഈസ് ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് നമുക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി ഇമ്പോർട്ടന്റ് ആയി മാറുന്നതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത് നോക്കുക, ആക്സസ് ടു സർവീസസ്, അല്ലെ. കാരണം നമുക്കിപ്പോ ഒരു സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും, ഡിജിറ്റൽ ഐഡന്റിറ്റി ആവശ്യകരമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു ആധാർ കാർഡ് വേണം എന്നുള്ളത് പോലെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജിമെയിൽ അക്കൗണ്ട് ആവശ്യമായിട്ട് വരും. ഇപ്പൊ നമ്മൾ പല വെബ്സൈറ്റിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഐഡന്റിറ്റി, കാരണം ഒരു ഗൂഗിൾ ഐഡന്റിറ്റി ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യും, ഈ വെബ്സൈറ്റിൽ അവരെന്ത് ചെയ്യും, ആക്സസ് കൊടുക്കും എന്നുള്ള രീതിയിലേക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് ഐ ഡി ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യും, ഞങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ എന്ത് ചെയ്യും, അവർക്ക് സർവീസുകൾ കൊടുക്കും. ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവർ കാര്യം നമ്മൾ മെയിൽ ഐ ഡി ആണ് ചോദിക്കും. അപ്പൊ മെയിൽ ഐ ഡി ഇല്ലാത്ത ഒരാൾക്ക്, ഒരു ജിമെയിൽ ഐ ഡി ഇതുവരെ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു യൂണിവേഴ്സിറ്റി പോർട്ടലിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോ അങ്ങനെ പല സർവീസുകൾ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഷോപ്പിംഗ് ആവട്ടെ, സോഷ്യൽ മീഡിയ ആവട്ടെ, നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളോട് മെയിൽ ഐ ഡി ചോദിക്കലുണ്ടല്ലോ.
അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സർവീസുകൾ നമുക്ക് ലഭ്യമാവണം എന്നുണ്ടെങ്കിൽ ഇത്തരം ഐഡന്റിറ്റികൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഉദാഹരണത്തിന് നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ജിമെയിൽ അക്കൗണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പല സർവീസുകൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഐഡന്റിറ്റികൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അപ്പൊ ആ ഒരു ആവശ്യങ്ങൾക്കൊക്കെ അങ്ങനെ ഇത്തരം സർവീസുകളിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, പ്രൈവസി കൺട്രോൾ. പ്രൈവസി കൺട്രോൾ എന്ന് പറഞ്ഞാൽ യു ഡിസൈഡ് വാട്ട് ഡാറ്റ ടു ഷെയർ, അഥവാ നമ്മളാണ് ഇവിടെ തീരുമാനിക്കുന്നത് നമ്മുടെ എന്തെല്ലാം ഡാറ്റകൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുള്ളത് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മളൊരു കമ്പനിയുമായിട്ട്, ഇപ്പൊ ഫേസ്ബുക്ക് എന്ന കമ്പനിയുമായിട്ട് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജിമെയിൽ അക്കൗണ്ടിൽ നമ്മൾ ഈ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ഡാറ്റകൾ ഗൂഗിളിന് കൊടുത്തിട്ടുണ്ടോ ആ ഡാറ്റകളൊക്കെ ആർക്ക് കൈമാറണം, നമ്മൾ ഫേസ്ബുക്കിന് കൈമാറണം. അപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഫേസ്ബുക്കുമായി ഷെയർ ചെയ്തു എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ്, മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ്സ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മുടെ ഐഡന്റിറ്റി മോഷണം പോവാതിരിക്കാൻ അതിനും ഈ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡും കാര്യങ്ങളൊന്നും ഇട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ ജിമെയിൽ അക്കൗണ്ടിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡും കാര്യങ്ങളൊന്നും ഇട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗൂഗിൾ അക്കൗണ്ട് എന്ത് ചെയ്യും, വേറെ ആള് വേറെ എന്തെങ്കിലും മിസ്യൂസിന് വേണ്ടി യൂസ് ചെയ്യും. അയാൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം ആരുടെ പേരിലാണ് വരുന്നത്, നമ്മുടെ പേരിലായിരിക്കും വരിക. കാരണം നോക്കുന്ന സമയത്ത് ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ആക്സസ് നടന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ എന്തെങ്കിലും ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അതിന്റെ പെനാൽറ്റി വരുന്നത് ആർക്ക് തന്നെ ആയിരിക്കും, ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിന്റെ ഹോൾഡർ ആരാണോ അയാൾക്ക് തന്നെ ആയിരിക്കും വരിക. അപ്പോ നമ്മുടെ ഐഡന്റിറ്റികൾ ചോർന്നു പോവാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, 2-factor authentication, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡുകൾ ഇട്ട് വെക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഐഡന്റിറ്റി തെഫ്റ്റുകൾ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് അറിയാലോ, ചില ആളുകൾ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ചില ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ആളുകളുടെ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാത്തതുകൊണ്ട്, അഥവാ ഇവർ മരിച്ചു എന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാത്തതിന്റെ പേരിൽ ഇവരുടെ ആധാർ കാർഡും പാൻ കാർഡൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് മാൽ പ്രാക്ടീസുകൾ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു വലിയ മാഫിയ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ഫാമിലിയിലെ അംഗങ്ങളുടെ ഇത്തരത്തിലുള്ള പാൻ കാർഡുകൾ ഇതൊക്കെ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും, അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് ക്രൈം നടത്തും. അപ്പൊ ക്രൈം നടത്തണമെങ്കിൽ പോലീസ് ഒന്ന് അന്വേഷിക്കണം, ഇയാൾ ഡെഡ് ആണ്, ഇങ്ങനെ ഒരു ഐഡന്റിറ്റി നിലവിൽ എക്സിസ്റ്റിംഗ് അല്ല, പക്ഷെ ഇയാളുടെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ ക്രൈം കണ്ടിന്യൂയിങ് ആണ്. അപ്പൊ ഇത്തരത്തിൽ ഇതിപ്പോ നമ്മൾ റിയൽ ലൈഫിൽ ഉദാഹരണം പറഞ്ഞാണ്, ഇതുപോലെ നമ്മുടെ ഡിജിറ്റൽ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള നമ്മുടെ ഐഡന്റിറ്റികൾ മോഷ്ടിച്ചുകൊണ്ട്, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കട്ടെടുത്തോണ്ട് എന്ത് ചെയ്യുക, വേറൊരാൾക്ക് നമ്മളെ സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, പൈസ ഡിമാൻഡ് ചെയ്തുകൊണ്ട് മെസ്സേജുകൾ അയക്കുക. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മളാണ് മെസ്സേജ് അയക്കണമെന്ന്, പക്ഷെ അല്ലായിരിക്കും, കാരണം നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഐഡന്റിറ്റി തെഫ്റ്റുകളൊക്കെ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മളെ ഇത്തരം ഐഡന്റിറ്റികൾക്ക് ഇട്ട് വെക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, നാലാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ്, ബിൽഡ് ട്രസ്റ്റ് ഓൺലൈൻ അല്ലെ. കാരണം വെരിഫൈഡ് ഐഡന്റിറ്റീസ് മേക്ക് പ്ലാറ്റ്ഫോം സേഫർ. അഥവാ ഇപ്പൊ ഉദാഹരണത്തിന് ഫ്ലിപ്കാർട്ട് ഉദാഹരണം എടുക്കാം. ഇപ്പൊ ഫ്ലിപ്കാർട്ട് എന്ന പ്ലാറ്റ്ഫോമില് ആരെങ്കിലൊക്കെ വന്ന് യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിന് ഒരു ഐഡിയും അഡ്രസ്സും ഉണ്ടാവില്ല, ഇതിപ്പോ ആരാണ് വന്ന് യൂസ് ചെയ്ത് പോയതെന്ന്. അപ്പൊ ഒരു വെരിഫൈഡ് ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ടാണ് ഇയാൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ആരാണ് ഇവിടെ വന്ന് യൂസ് ചെയ്തത്, ഏത് ടൈമിലാണ് ഇത് വന്ന് യൂസ് ചെയ്തത്, ഏത് ലൊക്കേഷനിലാണ് ഇയാൾ ഇത് ആക്സസ് ചെയ്തത്, ഏത് ഡിവൈസിനാണ്, ലാപ്ടോപ്പിൽ നിന്നാണോ മൊബൈലിനാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ജിമെയിൽ അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് എന്താണ്, അയാൾക്ക് ഫ്ലിപ്കാർട്ടിൽ അക്കൗണ്ട് കൊടുക്കുക എന്നുള്ളത് ഫ്ലിപ്കാർട്ടിന് ഒരു ട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ ഒരു വിശ്വാസയോഗ്യപരമായ കാര്യമാണ്. അപ്പൊ അത്തരം ട്രസ്റ്റ് ഉണ്ടാക്കാനും എന്ത് ചെയ്യും, ഇത്തരം ഡിജിറ്റൽ ഐഡന്റിറ്റികൾ നമ്മൾ സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, അഞ്ചാമത് ലീഗൽ റിക്വയർമെന്റ് അല്ലെ. ലീഗൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഉദാഹരണത്തിന് ചില ബാങ്കുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഫ്ലിപ്കാർട്ട് അല്ല, നമ്മള് ഫെഡറൽ ബാങ്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലിരുന്നാണ് അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് KYC ഉണ്ടാവും. KYC എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വെരിഫിക്കേഷൻ ആണ്. അപ്പൊ അപ്പൊ ഇന്ന കസ്റ്റമർ ശരിക്കും എക്സിസ്റ്റിംഗ് ആണ് എന്ന് കമ്പനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിയാണ് KYC. അപ്പൊ നോർമലി KYC അങ്ങനെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിന്റെ കസ്റ്റമർ കെയർ നമുക്കൊരു വീഡിയോ കോൾ വരും. ആ വീഡിയോ കോൾ നമ്മളെ പാൻ കാർഡിന്റെ ബാക്കും ഫ്രണ്ട് ഒക്കെ കാണിച്ചു തരാൻ പറയും, ക്യാമറ ഓൺ ആക്കിയിട്ട്. അപ്പൊ നമ്മളത് കാണിച്ചു കൊടുക്കും, പിന്നെ നമ്മളെ ഫേസ് കാണിക്കാൻ പറയും, എന്നിട്ട് അവരൊരു ഫോട്ടോ എടുക്കും, പിന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നമ്മൾ സൈൻ അതിൽ ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ അത് സൈൻ ചെയ്യും, അത് ക്യാമറ ഓൺ ആക്കിയിട്ടാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് KYCകൾ നടത്താറുള്ളത്. അപ്പൊ ഇവിടെയും വേണ്ടത് എന്താണ്, ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ KYCക്ക് വേണ്ടി എന്ത് ചെയ്യുക, അപ്പിയർ ആവുക.
അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിപ്പോ ഒരു ലീഗൽ റിക്വയർമെന്റിന് വേണ്ടിയുള്ള ഡിജിറ്റൽ ഐഡന്റിറ്റിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി ആവശ്യകരമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആസ് എ സിവിലൈസൻ അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയ യൂസർ എന്നുള്ളവർക്ക് ഈ ഡിജിറ്റൽ ഐഡന്റിറ്റി എന്നുള്ളത് നമ്മളെ നിത്യജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള സാധനമാണ്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ഇനി മെയിൻ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ ഐഡന്റിറ്റി, എന്തെല്ലാം ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ഐഡന്റിറ്റികൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് യൂസർ കൺട്രോൾഡ് ഐഡന്റിറ്റി, അഥവാ യു കൺട്രോൾ വാട്ട് ഡീറ്റെയിൽസ് ആർ ഷെയർഡ്. അപ്പൊ എന്തെല്ലാം ഡാറ്റകളാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഷെയർ ചെയ്യേണ്ടി വരും, നമ്മളെ നെയിം ഷെയർ ചെയ്യേണ്ടി വരും, നമ്മുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തെല്ലാം ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു കമ്പനിയുമായിട്ട്, ഗൂഗിൾ എന്ന കമ്പനിയുമായി ഷെയർ ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഐഡന്റിറ്റി, അപ്പൊ ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് എന്നുള്ള എന്തിനു ഉദാഹരണമാണ്? യൂസർ കൺട്രോൾഡ് ഐഡന്റിറ്റിക്ക് ഉദാഹരണമാണ്. ഇനി നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ബേസ്ഡ് ഐഡന്റിറ്റി. ഇനി ആട്രിബ്യൂട്ട് ബേസ്ഡ് ഐഡന്റിറ്റി എന്നത് ചില വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ചില ആപ്പുകൾ അവർ ലൊക്കേഷൻ ബേസിലേക്കും അവരുടെ സർവീസുകൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണമാണ് ക്യാപ് കട്ട് ഇന്ത്യയിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? VPN വെച്ചിട്ടാണ് ക്യാപ് കട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ക്യാപ് കട്ട് പോലത്തെ ആപ്പുകളിൽ അവർ ആദ്യമായിട്ട് നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത് നമ്മുടെ കൺട്രി ഏതാണെന്ന് ചോദിക്കുക. കാരണം നിശ്ചിത കൺട്രികൾ ഉള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ക്യാപ് കട്ട് അവരുടെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോ ഇവിടെ നമുക്ക് ക്യാപ് കട്ടിൽ നമുക്ക് ഒരു ഐഡന്റിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ആ ഐഡന്റിറ്റി എന്താണ്? ഒരു ആട്രിബ്യൂട്ട് ബേസ്ഡ് ഐഡന്റിറ്റി, നമ്മുടെ കൺട്രി എന്ന ആട്രിബ്യൂട്ടിനെ ബേസ് ചെയ്താണ് നമുക്ക് ഈ ഐഡന്റിറ്റി കിട്ടുന്നത്. മറ്റോടത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ ബേസിൽ നമുക്ക് ഐഡന്റിറ്റി കിട്ടിയിരുന്നത്. ഇനിയിപ്പോ വേറെ ചില വെബ്സൈറ്റിലേക്ക് വരുന്ന ചിലപ്പോൾ എന്തായിരിക്കാം? ഏജ് റിസ്ട്രിക്ഷൻ ആയിരിക്കാം, അഥവാ ഇന്ന ഏജിലുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഏജ് റിസ്ട്രിക്ഷൻ ആയിരിക്കും. അപ്പൊ ഏജ് എന്ന ആട്രിബ്യൂട്ട് ബേസ് ചെയ്ത് വരുന്ന ഐഡന്റിറ്റി ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ആട്രിബ്യൂട്ട് ബേസ്ഡ് ഐഡന്റിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നെക്സ്റ്റ് ബയോമെട്രിക് ഐഡന്റിറ്റി. ബയോമെട്രിക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബയോമെട്രിക് ആയിട്ടുള്ള ഇപ്പൊ നമ്മളെ ഫിംഗർ പ്രിന്റ്, നമ്മളെ ഫേസ് ID, ഐറിസ്, ഇപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഐഡന്റിറ്റി ആയിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ മൊബൈൽ ആപ്പ് നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫേസ് ID യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് ആപ്പുകൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാം. അപ്പോ ഈ ഫിംഗർ പ്രിന്റ് എന്നുള്ളത് എന്താണ്? ഒരു ബയോമെട്രിക് ഐഡന്റിറ്റിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ ഈ ഫിംഗർ പ്രിന്റ് എന്ന ബയോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മൊബൈൽ അൺലോക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിങ് ആപ്പുകൾ അൺലോക്ക് ചെയ്യുന്നത്. ഏതൊക്കെ തന്നെ ബയോമെട്രിക് എന്ന ഐഡന്റിറ്റി ഉപയോഗിച്ചാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിവൈസ് ഐഡന്റിറ്റി. ഇതെന്ന് വെച്ചാല് ഓരോ ഡിവൈസിനും ഓരോ ഐഡന്റിറ്റി ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഓരോ ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാലും ഓരോ മൊബൈൽ എടുത്തു കഴിഞ്ഞാലും ആ ഓരോ മൊബൈലിനും ഓരോ ലാപ്ടോപ്പിനും ഓരോ ഐഡന്റിറ്റികൾ ഉണ്ടാവും, അഥവാ ഒരു യുണീക് ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും, ഒരു യുണീക് ID. അപ്പൊ ഈ ID വെച്ചിട്ട് എന്ത് ചെയ്യും? നമുക്ക് നമ്മളെ കമ്പനി നമ്മുടെ കമ്പ്യൂട്ടർ വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് സിംപിളായി മനസ്സിലാക്കാന് നമ്മൾ വലിയ വലിയ MNC-കളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന ഡിവൈസിൽ നിന്ന് മാത്രം വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്റെ ഈ ലാപ്ടോപ്പ് ആണ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലാപ്ടോപ്പിന് ഒരു ID അവർ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രം കമ്പനി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്താൽ അവർ എന്ത് ചെയ്യുള്ളൂ? അത് ലോഗിൻ ആയിട്ട് അല്ലെങ്കിൽ പഞ്ചിനായിട്ട് കൂട്ടുള്ളൂ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യില്ല, അത് പഞ്ചിനായിട്ട് കൂട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഓരോ ഡിവൈസിനും ഐഡന്റിറ്റി വെക്കുകയും, അപ്പൊ ഇതെന്തിനാ ഈ ഐഡന്റിറ്റി വെക്കുന്നത്? കാരണം മറ്റേത് ഏതെങ്കിലും കമ്പ്യൂട്ടറിനൊക്കെ ലോഗിനിങ് വന്നു കഴിഞ്ഞാൽ ഇത് ആരാണ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവില്ല. കാരണം ഇത് നമ്മളെ ശരിക്കും കമ്പനിയിലുള്ള എംപ്ലോയർ തന്നെയാണ് ഇത് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് ആരെങ്കിലും യൂസ് ചെയ്യണത്, ഒന്നും തിരിയാൻ കഴിയൂല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും സുഖം എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡിവൈസിന് ഐഡന്റിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഇത് ലോഗിൻ ചെയ്യണമെങ്കിൽ ഏത് ഡിവൈസിൽ നിന്നാണ് എന്ത് ചെയ്തിരുന്നത് ഈ ലോഗിനിങ് നടന്നിട്ടുള്ളത്, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഡിവൈസ് ഐഡന്റിറ്റി എന്ന സംഭവം എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് ഓർഗനൈസേഷണൽ ഐഡന്റിറ്റി. ഓർഗനൈസേഷൻ ഐഡന്റിറ്റി എന്നാൽ ഒരു ഓർഗനൈസേഷന് മൊത്തമായിട്ട് ഐഡന്റിറ്റി കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഗൂഗിൾ എന്ന ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഗൂഗിൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു കസ്റ്റമൈസ്ഡ് ഒരു എന്ത് ചെയ്യും? ജിമെയിൽ അഡ്രസ് നമുക്ക് തരും. അതിന് muhsin@gmail.com എന്നുള്ളതാണ് നോർമലി നമ്മളെ കമ്പനി നോർമലി നമ്മളെ ഇമെയിൽ അഡ്രസ്.
അത് മാറ്റിയിട്ട് കുറച്ചും കൂടി കസ്റ്റമൈസ് ആയിട്ടുള്ള, ഉദാഹരണത്തിന് ഞാൻ ബാഫക്കിയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ moossin@bafaki.in എന്നുള്ള ഒരു കസ്റ്റമൈസ്ഡ് ഐഡന്റിറ്റി നമുക്ക് തരികയാണ്. അപ്പോൾ ഇത് ബാഫക്കി എന്ന ഓർഗനൈസേഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാഫക്കി എനിക്ക് തരുന്ന ഒരു ഓർഗനൈസേഷണൽ ഐഡന്റിറ്റിയാണ് ഈ moossin@bafaki.in എന്നുള്ളത്. അപ്പം ബാഫക്കിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും എന്തുണ്ടാവും, ഈ ഒരു ഓർഗനൈസേഷൻ ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പൊ അതിന് മുബാറക് ഉസ്താദ് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ മുബാറക് ഉസ്താദ് എന്തുണ്ടാവും, mubarak@bafaki.in എന്നുള്ള എന്തുണ്ടാവും, ഒരു ഐഡന്റിറ്റി കിട്ടും. അങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫിനും ഒരു ഓർഗനൈസേഷണൽ ഐഡന്റിറ്റി ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഐഡന്റിറ്റികൾ പല വിധമുണ്ട്. ചിലപ്പോൾ നമ്മളെ ബയോമെട്രിക് ആയുള്ള സാധനങ്ങൾ, നമ്മുടെ കയ്യിലുള്ള ബയോമെട്രിക് ആയ സാധനങ്ങൾ, ഫിംഗർ പ്രിന്റ്, ഫേസ് പോലെ സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഐഡന്റിറ്റികൾ ഉണ്ട്. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റികൾ ഉണ്ട്, നമ്മുടെ ഏജ്, അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ, ഇതൊക്കെ ബേസ് ചെയ്തുള്ള ഐഡന്റിറ്റികൾ. പിന്നെ ഡിവൈസ് ബേസ് ചെയ്തുള്ള ഐഡന്റിറ്റികൾ ഉണ്ട്. ഓരോ ഡിവൈസിനും ഓരോ ID ഫിക്സ് ചെയ്ത് ആ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പോലത്തുള്ള ഫെസിലിറ്റി അറേഞ്ച് ചെയ്തുള്ള ഡിവൈസ് ഐഡന്റിറ്റി മെത്തേഡുകൾ ഉണ്ട്. പിന്നെ ഓർഗനൈസേഷണൽ ഐഡന്റിറ്റി, ഒരു ഓർഗനൈസേഷന് മൊത്തത്തിൽ ഒരു ഐഡന്റിറ്റി തരുന്ന രീതിയിലുള്ള ഓർഗനൈസേഷണൽ ഐഡന്റിറ്റികളും നിലവിലുണ്ട്. ഇത്തരം ഐഡന്റിറ്റികളൊക്കെയാണ് നിലവിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ചില വെബ്സൈറ്റ് എന്ത് ചെയ്യും, ഇതെല്ലാം യൂസ് ചെയ്യും. ഉദാഹരണത്തിന് നമ്മളെ ബാങ്കിങ് ആപ്പുകളൊക്കെ അല്ലെ, ബാങ്കിങ് ആപ്പുകളൊക്കെ എന്ത് ചെയ്യും, ബയോമെട്രിക് ഐഡന്റിറ്റി അവർ യൂസ് ചെയ്യാറുണ്ട്, ഡിവൈസ് ഐഡന്റിറ്റി അവർ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ ഡിവൈസ് ഐഡന്റിറ്റിക്ക് ബാങ്ക് അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ മൊബൈലിൽ നിന്ന് സിം ഊരി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ലോഗിനിങ് നടത്തണം. അതുപോലെ തന്നെ ഗൂഗിൾ പേ ഒക്കെ വീണ്ടും റീസെറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവർ ആ ഒരു സിം ബേസ് ചെയ്താണ് ഈ ഗൂഗിൾ പേ ഒക്കെ നിൽക്കുന്നത്. നിങ്ങൾ വേണം ട്രൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സിം ഊരി കഴിഞ്ഞാൽ ഗൂഗിൾ പേ മൊത്തം എന്ത് ചെയ്യും, റീസെറ്റ് ആവും. ഗൂഗിൾ പേ മൊത്തം റീസെറ്റ് ആവുക മാത്രമല്ല, വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആദ്യം ഗൂഗിൾ പേ ഉണ്ടാക്കിയ പോലെ തന്നെ വെരിഫൈ ഒക്കെ ചെയ്ത് വീണ്ടും അക്കൗണ്ട് എന്ത് ചെയ്യും, റീ ഓപ്പൺ ആക്കേണ്ടി വരും. കാരണം ഈ ഒരു സിം, കാരണം സിമ്പിൾ അല്ലേ, കാരണം ഇത് വേറൊരാൾ നമ്മളെ മൊബൈല് തെഫ്റ്റ് ആയി കഴിഞ്ഞാൽ അയാളുടെ നമ്മൾ ഈ സിം ഒക്കെ വെച്ച് മിസ്യൂസ് ചെയ്യാലോ അയാൾക്ക്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഗൂഗിള് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, നമ്മളൊരു ഐഡന്റിറ്റിക്ക് ഉദാഹരണങ്ങളാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോമൺ വെരിഫിക്കേഷൻ മെത്തേഡുകളെ കുറിച്ചാണ്. അഥവാ കോമൺ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം മെത്തേഡുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു യൂണിവേഴ്സിറ്റി പോർട്ടൽ ലോഗിൻ ചെയ്യാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ സ്റ്റുഡന്റ് പോർട്ടൽ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള ഒരു യൂസർ നെയിം ഉണ്ടാവും, ഒരു പാസ്വേഡ് ഉണ്ടാവും. ഈ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ യൂണിവേഴ്സിറ്റി പോർട്ടൽ ലോഗിൻ ചെയ്യുക. അപ്പൊ അതെന്താണ്, ഒരു വെരിഫിക്കേഷൻ മെത്തേഡ് ആണ്. അഥവാ എന്തെല്ലാം ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഇവര് വെരിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിന് എന്തെല്ലാം മെത്തേഡുകൾ ഉണ്ട്. ഇപ്പൊ നോർമലി നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ മെത്തേഡ്. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കിങ് ആപ്പുകൾ ആണെങ്കിൽ ബയോമെട്രിക് ആയിട്ടായിരിക്കും അവർ വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ അൺലോക്ക് ചെയ്യാനാണെങ്കിൽ അതും അധികം ബയോമെട്രിക് ആയിട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, മൊബൈൽ അൺലോക്കിംഗ് നടത്താം. പിന്നെ അതുപോലെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ, അഥവാ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ HTTPS എന്നുള്ള ലോക്കിംഗ് സിമ്പിൾ നിങ്ങൾ കണ്ടിരുന്നു. അഥവാ നമ്മൾ വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് bafaki.in എന്നുള്ളതാണ് ബാഫക്കിന്റെ ഡൊമൈൻ എങ്കിൽ അതിന് മുമ്പിൽ ഒരു HTTPS എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ HTTPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ്. അഥവാ ഈ വെബ്സൈറ്റ് സെക്യൂർ ആണ്, സുരക്ഷിതമാണ് എന്നതിന്റെ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് ഈ HTTPS കിട്ടുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഒരു ലോക്കിംഗ് സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു താക്കോലിന്റെ ഒരു പൂട്ടിന്റെ ചിഹ്നം ഇങ്ങനെ അതിന്റെ അപ്പുറത്തുണ്ടാവും. ഒക്കെ എന്താണ്, ഈ വെബ്സൈറ്റ് സെക്യൂർ ആണെന്നുള്ളതിന്റെ അർത്ഥങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളുള്ള വെരിഫിക്കേഷൻ മെത്തേഡുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉടായ്പിലാണ് ഈ വെബ്സൈറ്റ് ലോഗിൻ, ഈ ഒരു വെബ്സൈറ്റ് ഉള്ളത്, അഥവാ ഒരു ഉടായ്പ വെബ്സൈറ്റാണ് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ആ വെബ്സൈറ്റിന് HTTPS എന്നുണ്ടാവില്ല. അഥവാ ശരിക്കും bafaki.in എന്നുള്ളതാണ് നമ്മുടെ ഡൊമൈൻ, അതിൽ HTTPS ഒന്നും ഇല്ല. ഈ bafaki.in എന്നുള്ള ഈ വെബ്സൈറ്റ് സെക്യൂർ ആണെങ്കിൽ മാത്രം ഗൂഗിൾ ആഡ് ചെയ്യുന്നതാണ് എന്ത്, ഈ HTTPS എന്നുള്ളത്. അപ്പൊ ഒരു വെബ്സൈറ്റിന്റെ ഫ്രണ്ടിൽ, ഒരു ഡൊമൈനിന്റെ ഫ്രണ്ടിൽ HTTPS എന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ ഡൊമൈൻ സെക്യൂർ അല്ല എന്നുള്ളതാണ്. ഇത് നിങ്ങൾ നോർമലി ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ കാര്യമില്ലട്ടോ ഞാൻ പറഞ്ഞു. നിങ്ങൾ വാട്സപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ ചെറുതായിട്ടാണ് യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഈ HTTPS എന്ന സാധനം ഓപ്പൺ ആയിട്ട് വരിക. അത് ഓട്ടോമാറ്റിക്കലി കയറി വരുന്ന സാധനമാണ്. അപ്പൊ അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം നമ്മൾ ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റ് എന്തല്ല, സെക്യൂർ അല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് Amazon.in, ഇതാണ് ആമസോൺ ഇന്ത്യയുടെ ഡൊമൈൻ ID. അതിന്റെ മുമ്പിൽ ഒരു HTTPS ഉണ്ടെങ്കിൽ മാത്രം എന്താവുള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് സെക്യൂർ ആണെന്ന് അർത്ഥമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു മാൽ പ്രാക്ടീസ്ഡ് ആയ
അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് യൂസ് ചെയ്യണത് അതിനൊരു അർത്ഥം. ഓക്കെ. ഇനി ഗവൺമെന്റ് ഐ ഡി അല്ലെ, ഗവൺമെന്റ് ഐ ഡികൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ വെരിഫിക്കേഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണം ഗവൺമെന്റ് ഐ ഡിന്റെ ഉദാഹരണം പാൻ കാർഡ്, ആധാർ കാർഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഈ കസ്റ്റമർ വെരിഫിക്കേഷൻ, ഞാൻ KYC അഥവാ കസ്റ്റമർ വെരിഫിക്കേഷൻ അഥവാ ഇങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഫെഡറൽ ബാങ്കിന്റെ ഓൺലൈൻ അക്കൗണ്ട് എടുക്കുക, ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് നമ്മൾ വീട്ടിൽ നിന്നാണ് എടുക്കണമെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്ത് ചെയ്യും, നമ്മളെ കസ്റ്റമർ കെയറിൽ ഒരാൾ നമ്മളെ അടുത്തേക്ക് വരും, എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും, നമ്മളെ പാൻ കാർഡ് കാണിച്ചു തരാൻ പറയും, നമ്മളെ ആധാർ കാർഡ് കാണിച്ചു തരാൻ പറയും. അപ്പൊ ഇവിടെയൊക്കെ ഇവർ വെരിഫൈ ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ട് എന്നൊരു വെരിഫൈ ചെയ്യുന്നത് എന്തും സാധനം ഉപയോഗിച്ചാണ്. അഥവാ നേരത്തെ ഫിംഗർ പ്രിന്റ് പോകുന്ന സാധനങ്ങളൊക്കെയാണല്ലോ ഉപയോഗിച്ചത്. ഇവിടെ ഇവർ എന്താണ് ഉപയോഗിക്കുന്നത്, ഇവരെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഒരു ഐ ഡി ആണ് യൂസ് ചെയ്യുന്നത്. പാൻ കാർഡ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്താണ്, ആധാർ കാർഡ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്താണ്. അപ്പൊ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഐ ഡികൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു കസ്റ്റമർ ഉണ്ടോ ഇല്ലേ എന്ന് ഇവർ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്ത് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ഗവൺമെന്റ് ഐ ഡികളും എന്ത് ചെയ്യാറുണ്ട്, വെരിഫിക്കേഷൻ മെത്തേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ള ബ്ലോക്ക് ചെയിൻ ഐഡന്റിറ്റി ആണ്, അത് സ്കിപ്പ് ചെയ്താണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ സാധനം, ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ എന്നുള്ളതാണ്. ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാല് അഥവാ ഇപ്പോ ആദ്യം ലൈഫ് സൈക്കിൾ എന്താണെന്ന് മനസ്സിലാക്കുക. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മുടെ മനുഷ്യന്റെ കേസിൽ ഹ്യൂമൻ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാല് നമുക്കൊരു ബർത്ത്, ഒരു ജനനമുണ്ട്, പിന്നെ നമ്മളൊരു വളർച്ചേന്റെ ഒരു കാലഘട്ടമുണ്ട്, പിന്നെ ഒരു ഡെത്ത് അല്ലെ, മരണമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലൈഫ് സൈക്കിൾ. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കണം, ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഈ ഒരു ലൈഫ് സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോ ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം തന്നെയാണ് ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ എന്നുള്ളത്. അഥവാ ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നു, അക്കൗണ്ട് ഉപയോഗിച്ച് അയാൾ എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു. ഒരു കാലം കഴിഞ്ഞ് അയാൾക്ക് മടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അയാൾ അക്കൗണ്ട് ഒഴിവാക്കി ലീവ് ചെയ്ത് എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പൊ ഇതാണ് ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊന്നും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, നമുക്കൊരു അക്കൗണ്ട് തരുന്നു. നമ്മൾ ആ അക്കൗണ്ട് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ഓരോ സെമ്മിലും എക്സാമിന് അപ്ലൈ ചെയ്യുന്നു, ഫീസ് അടക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഠിത്തം കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഠിത്തം കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ ഈ അക്കൗണ്ട് എന്ത് ചെയ്യും, നമുക്ക് അന്ന് കിട്ടിയിരുന്ന, നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ ചേരുന്ന സമയത്ത് കിട്ടിയിരുന്ന അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്നു. അപ്പൊ ഇതാണ് ഒരു ലൈഫ് സൈക്കിൾ. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ലൈഫ് സൈക്കിളിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണത് ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ എന്നുള്ളത്. അഥവാ നമുക്കൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഡിജിറ്റൽ ഐഡന്റിറ്റി ആണല്ലോ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് പോർട്ടൽ ലോഗിൻ എന്നുള്ളത്. ആ ലോഗിൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ആദ്യം കിട്ടി, പിന്നെ എന്ത് നമ്മൾ യൂണിവേഴ്സിറ്റി ലീവ് ചെയ്യുന്ന സമയത്ത്, ഒഴിവാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. ഓക്കെ. എന്തുകൊണ്ട് ഇത് ഈ വൈ ഇമ്പോർട്ടന്റ് നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം. അതിന് മുമ്പ് ഐഡന്റിറ്റി ലൈഫ് സൈക്കിളിൽ എന്തെല്ലാം സ്റ്റേജുകൾ വരുന്നുണ്ട്. ഓക്കെ. അതിൽ ഒന്നാമതായിട്ടാണ് ഓൺ ബോർഡിങ്. ഓൺ ബോർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ ന്യൂ യൂസർ അല്ലെ. ഇപ്പൊ ഒരു പുതുതായിട്ട് വരുന്ന യൂസറിന് എന്ത് ചെയ്യുക, അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നമ്മളിപ്പോ മനുഷ്യന്മാരുടെ കേസിൽ ലൈഫ് സൈക്കിൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് എന്താണ്, അയാൾ ജനിക്കുക എന്നുള്ളതാണ്, ബർത്ത് ചെയ്യുക, ജനിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പൊ ഡിജിറ്റൽ ഐഡന്റിറ്റി ആണല്ലോ. ഈ ഡിജിറ്റൽ ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ ഒന്നാമത് വരുന്നതാണ് ഓൺ ബോർഡിംഗ് ആണ്. ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞാല് പുതുതായിട്ട് വരും. ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയൊരു അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കിയെടുക്കുന്നു. ആ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് എന്ത്, ഓൺ ബോർഡിംഗ്. ആ ടേമുകളൊക്കെ ഓർത്ത് വെക്കുക. ഓൺ ബോർഡിംഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് വിളിക്കുന്ന പേര്. നെക്സ്റ്റ് പ്രൊവിഷനിങ്. പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ ഗീവ് കറക്റ്റ് ആക്സസ് ബേസ്ഡ് ഓൺ റോൾ. അഥവാ ഈ അക്കൗണ്ടിലേക്ക് ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പോർട്ടലിലാണ് നമുക്ക് അക്കൗണ്ട് തന്നതെങ്കിൽ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പോർട്ടലിൽ നമുക്ക് എന്തെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്സസുകളിൽ മാറ്റം ഉണ്ടാവും, സ്റ്റാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആക്സസുകളിൽ മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ കാലിക്കറ്റ് വൈസ് ചാൻസലർ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആക്സസുകളിൽ മാറ്റം ഉണ്ടാവും. എല്ലാത്തിന്റെയും പോർട്ടൽ സെയിം ആണ്, പക്ഷെ നമുക്ക് കിട്ടുന്ന ആക്സസുകളിൽ മാറ്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണ്, ഒരു ഇവിടെ ലോഗിൻ ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്തേ കാണാൻ പറ്റുള്ളൂ, തനിക്ക് എത്ര അറ്റൻഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇനി ഏതെല്ലാം വിഷയങ്ങൾ അപ്ലൈ ചെയ്യാണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇതേ പോർട്ടലിൽ തന്നെ ഒരു സ്റ്റാഫാണ് ലോഗിൻ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡൻസുകൾ മാർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കുട്ടികളുടെ എക്സാം റിസൾട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതൊന്നും മാർക്ക് ഉണ്ടാവില്ല, സ്റ്റുഡൻസിന് ഉണ്ടാവില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, ഗീവ് കറക്റ്റ് ആക്സസ് ബേസ്ഡ് ഓൺ റോൾ. ഓരോരുത്തരുടെയും റോൾ ബേസ് ചെയ്ത്, അയാൾ സ്റ്റുഡന്റ് ആയിരിക്കും, അപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ അയാൾക്ക് പറ്റിയ ആക്സസുകൾ കൊടുക്കുക, അയാൾ സ്റ്റാഫ് ആണെങ്കിൽ അയാൾക്ക് പറ്റിയ ആക്സസുകളൊക്കെ, ഓരോരുത്തരുടെയും റോൾ ബേസ് എന്ത് ചെയ്യുക, കറക്റ്റ് ആക്സസുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇവിടെ കറക്റ്റ് പ്രൊവിഷനിങ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് സ്റ്റുഡന്റിന് എന്ത് ചെയ്യാണ്, മാർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആക്സസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ
സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, അവന്റെ മാർക്കുകൾ അവന് മാനിപ്പുലേറ്റ് ചെയ്തൂടെ. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ് ഡിജിറ്റൽ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിൽ. കാരണം ഓരോരുത്തരുടെയും എന്താണ് റോൾ ബേസ് ചെയ്തിരിക്കണം അവർക്ക് ആക്സസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആക്സസ് ഇഫ് റോൾ ചേഞ്ചസ്. അപ്പോൾ റോൾ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഇവിടെ ആക്സസും എന്ത് ചെയ്യണം, ചേഞ്ച് ആവണം. കാരണം മെയിൻ്റനൻസിൽ കാര്യമായിട്ട് വരുന്നത്. അതിന്റെ ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പൊ തന്നെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൻ സ്റ്റുഡന്റ് ആയിരുന്നു. സ്റ്റുഡന്റ് ആയി കഴിഞ്ഞാൽ അതേ യൂണിവേഴ്സിറ്റി അവൻ ലെക്ചറായി കയറി. ലെക്ചറായി കയറുമ്പോൾ ഈ സ്റ്റുഡന്റ് ആകുമ്പോൾ കിട്ടിയ അതേ ആക്സസിന് കിട്ടിയാൽ മതി ലെക്ചർ ആകുമ്പോൾ കിട്ടേണ്ട ആക്സസ് അല്ല. അവൻ ലെക്ചറർ ആകുമ്പോൾ എന്ത് ചെയ്യണം, അവന്റെ അറ്റൻഡൻസുകൾ മാർക്ക് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ ക്ലാസ്സിലെ പെർഫോമൻസുകൾ മാർക്ക് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ എക്സാമിന്റെ റിസൾട്ട് എൻറോൾ ചെയ്യാൻ കഴിയണം, എഡിറ്റ് ചെയ്യാൻ കഴിയണം. അപ്പൊ ഇത്തരം മാക്സുകളൊക്കെ അവന് എക്സ്ട്രാ കിട്ടണം. അപ്പൊ ഇത്തരത്തില് റോള് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അവന്റെ ആക്സും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ മെയിൻ്റനൻസ് എന്ന് വിളിക്കുക. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡീപ്രൊവിഷനിങ് ആണ്. റിമൂവിങ് ആക്സസ് വെൻ യൂസർ ലീവ്സ്. അപ്പൊ യൂസർ ഒഴിവാക്കി പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, അയാളുടെ ആക്സസ് ഒഴിവാക്കുന്നതാണ്. ഉദാഹരണത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുട്ടി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, സാധാരണ യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിലാണ് അക്കൗണ്ട് ഡീപ്രൊവിഷനിങ് നടക്കാറുള്ളത്. അഥവാ നമുക്ക് അതിലേക്കുള്ള ആക്സസ് എന്ത് ചെയ്യും, ഇല്ലാണ്ടാവും. അഥവാ ഇനി നമുക്ക് ആക്സസ് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഒരു പുതിയ കുട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തില് കുട്ടികൾ ഒഴിവാകുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവരെ ആക്സസ് ഒഴിവാക്കുക എന്നുള്ള പ്രോസസ്സിന്റെ പേരാണ് എന്ത്, ഡീപ്രൊവിഷനിങ് എന്നുള്ളത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഈ കുട്ടിക്ക് കാലാകാലം ഈ അക്കൗണ്ടിലേക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാല് അവൻ പല രീതിയിലുള്ള മിസ്യൂസിങ്ങിന് ഇത് ഉപയോഗിക്കാലോ. അല്ലെങ്കിൽ ഒരു സ്റ്റാഫ്, ഇത് കാര്യമായിട്ട് ഇപ്പോൾ സ്റ്റാഫിന്റെ വിഷയത്തിലാണ് ഇത് കൂടുതൽ സംഭവിക്കുക. ഇപ്പൊ ഒരു സ്റ്റാഫ് എന്ത് ചെയ്തു, അയാൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലെക്ചറർ ആയിരുന്നു. അയാൾ 2 വർഷം ജോലി ചെയ്തതിനു ശേഷം അയാൾ എന്ത് ചെയ്തു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലെക്ചർ പോസ്റ്റ് ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും കോളേജിലേക്ക് പഠിപ്പിക്കാൻ പോയി. അയാൾക്ക് ഇപ്പോഴും യൂണിവേഴ്സിറ്റി പോർട്ടലിൽ ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മാർക്ക് എഡിറ്റ് ചെയ്യാനും, ഇനിയിപ്പോ അയാളുടെ ഏതെങ്കിലും കുടുംബത്തിൽ പെട്ട ആള് ഇതേ യൂണിവേഴ്സിറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിന്റെ മാർക്ക് എൻട്രി, കാരണം മാർക്ക് എൻട്രി ചെയ്യാനൊക്കെ ഇതിൽ പറ്റുമല്ലോ. അപ്പൊ ആ കുട്ടിന്റെ മാർക്ക് കൂട്ടി എൻട്രി ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോ ഒരാള് കമ്പനി ലീവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ആക്സസുകളൊക്കെ എന്ത് ചെയ്യണം, എടുത്ത് ഒഴിവാക്കണം ആ കമ്പനിയിൽ നിന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മാൽ പ്രാക്ടീസുകൾക്ക് എന്ത് ചെയ്യും, അത് കാരണമാവുന്നതാണ്. അപ്പൊ ഇത്തരത്തില് അയാളുടെ ആക്സസ്, നേരത്തെ നമ്മൾ ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മൾ ആക്സസ് കൊടുക്കുമായിരുന്നു. സോറി, ഓൺ ബോർഡിംഗ് അല്ല, പ്രൊവിഷനിങ്. പ്രൊവിഷനിങ് നമ്മൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് ആക്സസ് കൊടുക്കുമായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കൊടുത്ത ആക്സസ് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചെടുക്കുകയാണ്. അതിനാണ് നമ്മൾ ഡീപ്രൊവിഷനിങ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. നെക്സ്റ്റ് 5ാമത് റിട്ടയർമെന്റ് അഥവാ അർക്കൈവ് ഓർ ഡിലീറ്റ് അക്കൗണ്ട് ലേറ്റർ. അഥവാ ഇവിടെ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നമ്മളെ അക്കൗണ്ട് അർക്കൈവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഇത് കാര്യമായിട്ട് നടക്കാറുള്ളത് ഫേസ്ബുക്ക് പോലെ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഉദാഹരണത്തിന് നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്ത് ചെയ്യാം, അർക്കൈവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അക്കൗണ്ട് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. മറ്റേ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന്റെ പേര് ഓൺ ബോർഡിംഗ് എന്നാണ് പഠിച്ചത്. അപ്പൊ ഫേസ്ബുക്ക് പോലത്തെ അല്ലെങ്കിൽ ജിമെയിൽ പോലത്തെ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലത്തെ പോർട്ടലുകൾ നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഓൺ ബോർഡിംഗ് എന്ന് പറയും. അവിടെ നമ്മൾ ഇപ്പോ സ്റ്റാഫ് ആയിട്ടാണ് ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാഫിന്റെ ആക്സസ് കിട്ടും, സ്റ്റുഡന്റ് ആയിട്ടാണ് കിട്ടണമെങ്കിൽ സ്റ്റുഡന്റിന്റെ ആക്സസ് കിട്ടും. അപ്പൊ ഇതിനാണ് നമ്മൾ പ്രൊവിഷനിങ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റി പഠിത്തം കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കേണ്ടി വരും. അതാണ് എന്ത് റിട്ടയർമെന്റ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുമ്പത്തെ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഡിജിറ്റൽ ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? ഒന്നാമതായിട്ട് സെക്യൂരിറ്റി ആണ്. എൻഷുവേഴ്സ് ഓൺലി റൈറ്റ് പീപ്പിൾ ഹാവ് ആക്സസ് ഓൾ ടൈംസ്. അഥവാ ഇതിന് അവകാശപ്പെട്ട ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിലേക്ക് ആക്സസ് കിട്ടുന്നുള്ളൂ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ലൈഫ് സൈക്കിൾ നമ്മൾ മാനേജ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണത്തിന് ഒരു കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പഠിത്തം കഴിഞ്ഞിട്ടും അയാൾക്ക് ഈ ഒരു ഇതിലേക്ക് ആക്സസ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് നമ്മുടെ പോർട്ടലിൽ ഉണ്ടാവാം. അതുപോലെ തന്നെ അതൊരു സ്റ്റാഫിനാണെങ്കിൽ ആ സെക്യൂരിറ്റി ഇഷ്യൂസിന്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തില് റൈറ്റ് പീപ്പിളിന് എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടേക്ക് ആക്സസ് കിട്ടൂ എന്നുള്ളത് എല്ലാ സമയത്തും ഓൾ ടൈംസ് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവം, ഈ ഒരു ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് എന്ന സംഭവം. ഈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ ലൈഫ് സൈക്കിൾ, ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് എന്നുള്ളത് എന്ത്, ഈ ഒരു ടോട്ടൽ പ്രോസസ്സിന് പേര് പറയുന്നത്. ഓക്കെ, ഈ ഒരു ടോട്ടൽ പ്രോസസ്സിനാണ് നമ്മൾ എന്ത്, അഥവാ ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം സ്റ്റേജുകൾ മാനേജ് ചെയ്യുന്ന ആ ഒരു മൊത്തം പരിപാടിന്റെ പേരാണിത് ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പ്രോപ്പർ ആക്സസ് കൺട്രോൾ അഥവാ യൂസർ ഗെറ്റ് എക്സാക്ട്ലി ദ പെർമിഷൻ ദേ നീഡ്, നോ മോർ നോ ലെസ്. അഥവാ യൂസർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് അയാൾക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്, അതിന്റെ അപ്പുറത്തുകൂല്ല ഇപ്പുറത്തുകൂല്ല. അതാണ് നോ മോർ നോ ലെസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്
ഒരു കുട്ടി വിദ്യാർത്ഥി ഒരു സ്റ്റുഡന്റിനാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ മാർക്ക് കാണാനും അതുപോലെ തന്നെ അറ്റൻഡൻസ് കാണാനൊക്കെ പറ്റുന്നുണ്ട്. അറ്റൻഡൻസ് എഡിറ്റ് ചെയ്യാൻ അവന് പറ്റുന്നുണ്ടെങ്കിൽ അത് അവന്റെ എന്താണ് അവന് കിട്ടാൻ പാടില്ലാത്തൊരു പെർമിഷൻ ആണ്. അപ്പം അവന് കിട്ടേണ്ട പെർമിഷൻ അവൾ കിട്ടുന്നുണ്ടെന്നും കിട്ടാൻ പാടില്ലാത്തത് കിട്ടുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലാണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലംസ് എന്ത് ചെയ്യും നമുക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ സ്മൂത്ത് ഓൺ ബോർഡിങ് ആൻഡ് ഓഫ് ബോർഡിങ്, അഥവാ നമുക്ക് സ്ട്രീം ലൈൻസ് ദ പ്രോസസ് ഓഫ് ജോയിനിങ് ആൻഡ് ലിവിങ് ആൻഡ് ഓർഗനൈസേഷൻ, അഥവാ കൃത്യമായിട്ട് ഒരു കുട്ടി ഓൺ ബോർഡിങ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഓഫ് ബോർഡിങ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യുക, ലീവ് ചെയ്ത് പോവുക, യൂണിവേഴ്സിറ്റി ലീവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാലൊക്കെ ഉള്ള സംഭവം ഓഫ് ബോർഡിങ്. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാല് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ നമ്മളെ ഇതിൽ നിന്നും പുറത്താക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ഈ ഒരു ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ. ഈ ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തെല്ലാം, അതാണ് ഇനി ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് സ്ട്രോങ് സെക്യൂരിറ്റി അല്ലെ, കാരണം ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് കൊണ്ട് നമുക്ക് ഒന്നാമത് ഉറപ്പുവരുത്താൻ കാണുന്ന സാധനം തന്നെ സ്ട്രോങ് സെക്യൂരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അഥവാ ആക്സസ് ഈസ് ഓൾവേസ് അപ് ടു ഡേറ്റ് ആൻഡ് ടൈറ്റ്ലി കൺട്രോൾഡ്. അഥവാ ഈ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി പോർട്ടൽ ആവട്ടെ, ഇതിലേക്കുള്ള ആക്സസ്, ഇതിലേക്കുള്ള പെർമിഷൻ എന്താണ്, അത് അപ് ടു ഡേറ്റ് ആണ്, അഥവാ നമ്മൾ വളരെ കൃത്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ആൻഡ് ടൈറ്റ്ലി കൺട്രോൾഡ്, നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ പെർമിഷൻ കൊടുക്കുന്നില്ല, യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുന്നവർക്ക് മാത്രമേ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നുള്ളൂ. അത് തന്നെ കൃത്യമായ റോൾ ബേസ്ഡിലാണ് നമ്മൾ ആക്സസ് കൊടുക്കുന്നത്. സ്റ്റുഡൻസിന് സ്റ്റാഫിന്റെ റെക്കോർഡുകൾ മാനേജ് ചെയ്യാനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സ്റ്റുഡൻസിനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആക്സസ് കൊടുക്കുന്നില്ല. എന്നൊക്കെ എന്താണ് ഒരു സ്ട്രോങ് സെക്യൂരിറ്റിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇനി ഫാസ്റ്റർ അക്കൗണ്ട് സെറ്റപ്പ്, ന്യൂ യൂസേഴ്സ് ആർ പ്രൊഡക്റ്റീവ് ഫ്രം ഡേ 1. ഒന്നാം ദിവസം മുതൽ തന്നെ എന്ത് ചെയ്യാം, ഇവർക്ക് ഇവരുടെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് പ്രൊഡക്റ്റീവ് ആവാന്നുള്ളതാണ്. അഥവാ അതായത് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ യൂണിവേഴ്സിറ്റി പോർട്ടൽ നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനോ. അപ്പൊ ഇത്തരത്തിൽ ഡേ 1 മുതലേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനും നമ്മുടെ കംപ്ലൈന്റുകളൊക്കെ കൊടുക്കാനും പിന്നെ നമ്മുടെ പ്രോഗ്രസ്സുകൾ മോണിറ്റർ ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് ഒന്നാം ദിവസം മുതൽ തന്നെ ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്ത് 6 മാസം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, കാരണം നമ്മൾ ഡാറ്റകളൊക്കെ അടിച്ചു കയറ്റി ഇങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ അക്കൗണ്ട് അഡ്മിഷൻ എടുത്ത് വിത്തിൻ ഡേ 1 ഉള്ളിൽ മുതൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു അക്കൗണ്ട് തരികയും ആ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ആക്സുകളൊക്കെ യൂസ് ചെയ്യാനും സാധിക്കും. ഇനി മൂന്നാമത്തെ ബെനിഫിറ്റ്, സേവ്സ് ലൈസൻസ് കോസ്റ്റ് ആൻഡ് യൂസർ അക്കൗണ്ട് ആർ റിമൂവ്ഡ് റിഡ്യൂസിങ് അൺനെസറി സ്പെൻഡിങ്. അഥവാ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 6 മാസത്തിനുള്ളിലൊക്കെയാണ് നോർമലി എന്താവല് ഡീപ്രൊഫഷനിങ് നടക്കാറുള്ളത്. അപ്പൊ ഡീപ്രൊഫഷനിങ് നടക്കേണ്ടതിന് കാരണം എന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇൻടേക്കിൽ ഇപ്പൊ 50 കുട്ടികൾ എടുത്തു, അടുത്ത ഇൻടേക്കിൽ എന്ത് ചെയ്തു, വീണ്ടും 50 കുട്ടികൾ എടുത്തു, അടുത്ത ഇൻടേക്കിൽ വീണ്ടും 50 എടുത്തു, അങ്ങനെ മൊത്തം ഒരു 4 ഇൻടേക്ക് കഴിയുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ മൊത്തം 200 സ്റ്റുഡൻസ് ആയി. അതിൽ ഒരു 50 കുട്ടികൾ എന്ത് ചെയ്തു, പഠിച്ചിറങ്ങി. ഓക്കെ, പഠിച്ചിറങ്ങി കഴിഞ്ഞാല് പിന്നെ ഈ 50 കുട്ടികളുടെ ഡാറ്റകൾ നമ്മൾ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ സേവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം അങ്ങനെ സേവ് ചെയ്ത് വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാല് നമുക്ക് അത്രയും എന്ത് ചെയ്യേണ്ടി വരും, സെർവർ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഒരു 10 കൊല്ലമൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഡാറ്റകളും അവരുടെ മാർക്ക് ഷീറ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യൂണിവേഴ്സിറ്റി പോർട്ടലിൽ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് അത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതൊരു അൺവാണ്ടഡ് കേസാണ്, നമുക്കത് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അയാൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണത്, അയാളുടെ ഡീപ്രൊവിഷനിങ് നടത്തിയിട്ട് അയാളുടെ ആക്സസ് നമ്മൾ എന്ത് ചെയ്യും, ഈ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ നിന്ന് ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ നമുക്കിപ്പോ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി പഠിച്ചു എന്ന തെളിവിന് കുറച്ച് ഡാറ്റകൾ ആവശ്യമുണ്ടാവും, അത് വേറെ ഓഫ് റെക്കോർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ ഇത്തരത്തിലുള്ള ഈ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട നമുക്കിത് ആക്സസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് സ്റ്റുഡന്റ് പോർട്ടൽ എന്നുള്ളത്. അപ്പൊ അവിടെ നടക്കുന്ന സംഭവമാണിത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇത് ഉപകാരപ്പെടും, കാരണം സെർവറിന്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡാറ്റ മാനേജ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യും, ഇതിന് സഹായകരമാവുന്നതാണ്. അപ്പൊ ഇത് ഇതിന്റെ ഒരു വേറൊരു ബെനിഫിറ്റ് ആണ്. ഇനി ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് അല്ലെ, കാരണം ഒരു കുട്ടിക്ക് സ്റ്റുഡന്റ് പോർട്ടൽ ലോഗിനിലേക്ക് അയാൾക്ക് ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ
അയാൾക്ക് ഒരു ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് അല്ലേ? കാരണം ഇപ്പോൾ നോർമലി ഇപ്പൊ ഇത്തരത്തിലൊരു ലോഗിൻ പോർട്ടൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ചെയ്യാനോ പിന്നെ പേയ്മെന്റ് ഫീ അടക്കാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പോൾ അതൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കിപ്പോൾ ഇത്തരത്തിലുള്ള പോർട്ടൽ ലോഗിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള നമ്മളെ യൂസർ എക്സ്പീരിയൻസ് മൊത്തത്തിലൊന്ന് മെച്ചപ്പെടുത്താനും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഐഡന്റിറ്റികൾ കൊണ്ട് സഹായകരമാണെന്നുള്ളതാണ്. പിന്നെ ഈസി മോണിറ്ററിംഗ് ഓഫ് ആക്സസ്. അഡ്മിനിസ്ട്രേഷൻസ് ക്യാൻ ട്രാക്ക് ആൻഡ് ഓഡിറ്റ് ഹു ഹാസ് ആക്സസ് ടു വാട്ട്. അഥവാ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും ആർക്കെല്ലാം എന്തിലേക്കെല്ലാം ആക്സസ് ഉണ്ടെന്നുള്ളത്. ഉദാഹരണത്തിന് സ്റ്റുഡൻസിന് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടോ, മാർക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അത് തെറ്റായ, കാരണം സ്റ്റുഡൻസിന് മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല, തോന്നുന്ന മാർക്ക് എൻ്റർ ചെയ്യാലോ, അത് പറ്റൂലല്ലോ. അപ്പോ അതുപോലെ തന്നെ ടീച്ചേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അഡ്മിന്റെ കാര്യങ്ങളിൽ അഥവാ ഇപ്പൊ എന്തെങ്കിലും ഡോക്യുമെന്റ് സൈൻ ചെയ്യാനൊക്കെ അഡ്മിൻ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ, അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് ആക്സസ് ഉണ്ടോ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേഷൻ അഥവാ ഈ ഒരു പോർട്ടലിൽ മൊത്തമായിട്ട് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ, അഡ്മിനിസ്ട്രേഷൻ റോളില്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻസ് ഒക്കെ ഉണ്ടാവല്ലോ, അതേ പരിപാടി തന്നെ ഇത്. അഥവാ ആരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കണം, ആരെ റിമൂവ് ചെയ്യിക്കണം, ആരാണ് ഈ മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടത്, ഇതൊക്കെ ആർക്ക് കാണാൻ പറ്റും, അഡ്മിൻസിന് കാണാൻ പറ്റുമല്ലോ. അപ്പൊ ഇത്തരത്തില് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് മോണിറ്റർ ചെയ്യാൻ എന്ത് ചെയ്യും, അഡ്മിൻസിന് പറ്റും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് കൊണ്ട്. ഇനി കോമൺ പ്രോബ്ലംസ്, ഡിജിറ്റൽ ഐഡന്റിറ്റി കൊണ്ടുള്ള ഡിജിറ്റൽ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിലെ കോമൺ പ്രോബ്ലംസ്, പ്രധാന പ്രശ്നങ്ങളാണെങ്കിൽ പറയാൻ പോകുന്നത്. ഇത് കുറെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചു പോവാണ്. ഡിലേ ഇൻ ഗിവിംഗ് ആക്സസ്, ന്യൂ യൂസേഴ്സ് വെയിറ്റ് ടു ലോങ് ബിഫോർ ദേ ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ്. അഥവാ ഇപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഒരു നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ദിവസം നമുക്ക് ആക്സസ് തരാൻ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയിലെ വർക്കുകൾ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ടൈംലി ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ എന്ന കമ്പനിയിൽ എന്ത് ചെയ്തു, എംപ്ലോയി ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം എനിക്ക് സമയം എടുക്കുകയാണ്, ഓൺ ബോർഡിങ്ങിന് ഒരുപാട് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്യണം വർക്ക് ചെയ്യാൻ. കാരണം ഓൺ ബോർഡിങ് നടത്താണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയും ഇല്ല, കാരണം ഞാൻ അവിടെ ഒരു എംപ്ലോയി ആയിട്ട് രജിസ്റ്റർ ആയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുത്തതിനു ശേഷം ഒരുപാട് സമയം എന്ത് ചെയ്യാണ്, ഓൺ ബോർഡിങ്ങിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അറിയാനോ അല്ലെങ്കിൽ പേയ്മെന്റ് ഫീ അടക്കാനോ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ സെലക്ട് ചെയ്യാനോ ഒന്നിനും കഴിയില്ല, നമ്മുടെ മാർക്കുകൾ കാണാനോ ഒന്നിനും കഴിയില്ല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോക്കിന് ഒരുപാട് എന്ത് ചെയ്യും, ഡിലേ വരുത്തും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഓൾഡ് അക്കൗണ്ട് നോട്ട് റിമൂവ്ഡ്. ഈ പഴയ അക്കൗണ്ടുകൾ റിമൂവ് ചെയ്യപ്പെടാതിരിക്കുക, ഇതും ഒരു പ്രോബ്ലം ആണ്. കാരണം പറഞ്ഞില്ലേ, ഫോർമർ യൂസേഴ്സ് റീറ്റെയിൻ ആക്സസ് ക്രിയേറ്റിംഗ് സെക്യൂരിറ്റി വൾണറബിലിറ്റീസ്. ഒരുപാട് സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് എന്ത് ചെയ്യും, ഉണ്ടാകും. ഓക്കെ, വൾണറബിലിറ്റീസ് എന്തൊക്കെയാണ് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ പഴയ അക്കൗണ്ടുകൾ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇനി അടുത്ത് വരാനിരിക്കുന്നുണ്ട്. അതിനെ കുറച്ചൊക്കെ ഉദാഹരണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ. അഥവാ ഒരാൾ കമ്പനിയിൽ നിന്ന് ഒഴിവായി അയാൾക്ക് വീണ്ടും ഈ കമ്പനിയിലെ അക്കൗണ്ടുകൾക്ക് ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് കമ്പനികളുടെ പല റെക്കോർഡുകളും മാനിപ്പുലേറ്റ് ചെയ്യാലോ. ഓക്കെ, ഇനി അടുത്തൊരു കോമൺ പ്രോബ്ലം ആണ് എന്ത്, ടു മെനി പെർമിഷൻ. അപ്പൊ ചില ആളുകൾക്ക് ഒരുപാട് പെർമിഷൻ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ വലിയ കമ്പനീന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിന്റെ ആൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ അക്കൗണ്ടിങ് ഡാറ്റകൾക്ക് മാത്രം പെർമിഷൻ ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ സെയിൽസിലേക്ക് അയാൾക്ക് എന്ത് വേണ്ട, പെർമിഷൻ വേണ്ട. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ്ങിന് ആൾക്ക് സെയിൽസിലേക്കും പെർമിഷൻ കൊടുക്കണം, അയാൾ സെയിൽസിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും. അപ്പൊ അത് ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കും. കാരണം ഇത് ആരാണ് ചെയ്തെന്നോ എങ്ങനെ ചെയ്തെന്നോ ഒരു പിടുത്തമല്ല. ചിലപ്പോൾ ചില ഓർഡറൊക്കെ ചിലപ്പോൾ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഓർഡറായി വന്നിട്ടുണ്ടാവും കമ്പനിക്ക്, ഇത് ആരാണ് ചെയ്തത് അറിയില്ല. കാരണം സെയിൽസിന്റെ ടീമാണ് ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത്. പക്ഷെ അക്കൗണ്ടന്റ് എന്താണ്, വെറുതെ അയാൾ രസത്തിന് വേണ്ടി ചെയ്തിട്ടാണ്. അപ്പോ അങ്ങനെ ഒരുപാട് സിമ്പിൾ നിങ്ങൾക്ക് വെറുതെ ഒരു ജോക്ക് നിലക്ക് പറഞ്ഞാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് പെർമിഷനുകൾ വന്നു കഴിഞ്ഞാൽ, അഥവാ ഒരാൾക്ക് അയാൾക്ക് എന്താണോ പെർമിഷൻ ആയിട്ട് ആവശ്യമുള്ളത് അത് മതി, അതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യേണ്ട വേണ്ട. അപ്പൊ ഒരാൾക്ക് തന്നെ ഒരുപാട് പെർമിഷനുകൾ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, ഉണ്ടാക്കും എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, സിമ്പിൾ ആണ്. മാനുവൽ IT വർക്ക് ലോഡ്, IT ടീം സ്പെൻഡ് എക്സസീവ് ടൈം ഓർ റിപ്പീറ്റീവ് ആക്സസ് മാനേജ്മെന്റ് ടാസ്ക്. അതുപോലെ തന്നെ പുവർ ഓഫ് ബോർഡിംഗ്, അതെന്താണ്, ഒരു സെക്യൂരിറ്റി റിസ്ക് ആണ്. ഡിപ്പാർട്ടിംഗ് എംപ്ലോയീസ് മേ സ്റ്റിൽ ഹാവ് ആക്റ്റീവ് ക്രെഡൻഷ്യൽസ് ഇൻ സിസ്റ്റം. അഥവാ ഈ ഇവർക്ക് ഇപ്പോഴും ഡിപ്പാർട്ടിംഗ് എംപ്ലോയീസിനാല് ഒഴിഞ്ഞു പോയ എംപ്ലോയീസിന് അവർക്ക് വീണ്ടും നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുക എന്നുള്ളത്, ആക്റ്റീവായിട്ട് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഇതാണല്ലോ, ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതാണ് പുവർ ഓഫ് ബോർഡിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ,
ഓഫ് ബോർഡിങ് വളരെ ക്ലിയർ ആയിരിക്കണം. ഓഫ് ബോർഡിങ് നമ്മൾ കൃത്യമായി ചെയ്തിട്ടില്ലാണെങ്കിൽ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഓഫ് ബോർഡിങ് എന്താണ് ഒരാളുടെ ആക്സസ് എടുത്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് വീണ്ടും ആക്സസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അയാൾ വീണ്ടും എന്ത് ചെയ്യും, കമ്പനിയുടെ പല കാര്യങ്ങളിലും വിടപെട്ടുകൊണ്ടിരിക്കും. അത് പലതരത്തിലുള്ള വാൾനറബിലിറ്റീസും കമ്പനിക്ക് എന്ത് ചെയ്യും, ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇനി കുറച്ച് ടേമുകൾ ജസ്റ്റ് പരിചയപ്പെടാനാണ്. എന്താണ് പ്രൊവിഷനിങ്? പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഗിവിംഗ് ആക്സസ്. ഒരാൾക്ക് ഒരു കമ്പനീന്റെ ഡാറ്റകളിലേക്കോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി പോർട്ടലിലേക്കൊക്കെ നമ്മൾ ആക്സസ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രൊവിഷനിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മെയിൻ സ്റ്റെപ്പുകൾ ഏതാണ്? ഒന്ന് ഐഡന്റിഫൈ റോള്. അയാളുടെ റോൾ എന്താ മനസ്സിലാക്കുക. സ്റ്റുഡന്റ് ആണോ, സ്റ്റാഫ് ആണോ, അല്ലെങ്കിൽ മാനേജർ ആണോ ഒക്കെ മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അയാൾക്ക് ഒരു ക്രിയേറ്റ് അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അയാൾക്ക് ഒരു റോൾ എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുക. അയാളുടെ റോൾ എന്താണ്, ഒരു കമ്പനിയിലൊക്കെ ആണെങ്കിൽ അയാൾക്ക് ഓരോ റോൾ ഉണ്ടല്ലോ, ഗ്രാഫിക് ഡിസൈനർ എന്നുള്ള റോളാണ്, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് എന്നുള്ള ഒരു റോളാണ്. അപ്പൊ അയാളുടെ റോൾ എന്താണെന്ന് കൃത്യമായി എന്ത് ചെയ്യുക, അസൈൻ ചെയ്ത് കൊടുക്കുക. ആഡ് ടു ഗ്രൂപ്പ്സ്, അവരെ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക എന്നാൽ ഒരു കമ്പനിയിൽ ഡിസൈനർ ആയിട്ട് ഒരാൾ മാത്രമല്ല ഉണ്ടാവുക, ഒരു 10-15 ആളുണ്ടാവും. അപ്പോൾ ഡിസൈനർമാർക്ക് ഒരു ഗ്രൂപ്പ്, അക്കൗണ്ടൻസിന് ഒരു ഗ്രൂപ്പ്, അതുപോലെ തന്നെ സെയിൽസ് ടീമിന് മൊത്തമായിട്ട് ഗ്രൂപ്പ്. അങ്ങനെയാണ് ഈ നമ്മളെ കമ്പനി അക്കൗണ്ടുകളിലൊക്കെ ഉണ്ടാവുക. അപ്പൊ അയാളുടെ ഗ്രൂപ്പ് ഏതാണോ അതിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ അയാൾ ഒരു റോൾ എടുത്തു കഴിഞ്ഞാൽ ആ റോൾ ബേസ് ചെയ്ത് അയാൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലേക്ക് എന്ത് അയാൾ ആഡ് ചെയ്യുക. അപ്പൊ തന്നെ അയാളെ റോള് ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ ആ കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, അയാൾ ആഡ് ചെയ്യുക. ഇനി അടുത്ത ഗ്രാൻഡ് സിസ്റ്റം ആക്സസ്. അയാൾക്ക് എന്ത് ചെയ്യുക, സിസ്റ്റം ആക്സസ് നൽകുക. അപ്പോ ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ അയാൾക്ക് വേണ്ട ആക്സസ് എന്താണോ അതൊക്കെ എന്ത് ചെയ്യുക, അയാൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അപ്ലൈ സെക്യൂരിറ്റി, അതുപോലെ തന്നെ അയാളുടെ അക്കൗണ്ടിന് എന്ത് ചെയ്യുക, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. പിന്നെ ലോഗിൻ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാം. അയാളുടെ ലോഗിൻ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ മോണിറ്റർ ആക്ടിവിറ്റി, അയാളുടെ എന്തെല്ലാം പണികൾ ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള സിസ്റ്റം ആക്സസ് മുഖാന്തരമൊക്കെ എന്ത് ചെയ്യും, അയാൾ എത്ര ടൈം എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്തരം അയാളുടെ ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ മോണിറ്റർ ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൊവിഷനിങ് എന്ന സംഭവത്തിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അടുത്തത് ഡീ പ്രൊവിഷനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. ഒരാൾ കമ്പനി ലീവ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കുട്ടി അവന്റെ പഠിത്തം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യും, അവന്റെ ആക്സസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡീ പ്രൊവിഷനിങ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസേബിൾ അക്കൗണ്ട്, അവന്റെ അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ഡിസേബിൾ ചെയ്യണം. ഇമ്മീഡിയറ്റ്ലി സസ്പെൻഡ് ഓർ ഡിസേബിൾ ദ യൂസേഴ്സ് പ്രൈമറി അക്കൗണ്ട് ടു പ്രിവെന്റ് ഓൾ ലോഗിൻ അറ്റംപ്റ്റ്സ്. അപ്പൊ അവന് വീണ്ടും യൂണിവേഴ്സിറ്റി പോർട്ടലിലേക്കോ അല്ലെങ്കിൽ കമ്പനി പോർട്ടലിലേക്കൊക്കെ ലോഗിൻ ചെയ്യാനുള്ള അവന്റെ അറ്റംപ്റ്റിനെ തടയുന്നതിന് വേണ്ടി അവന്റെ എല്ലാ രീതിയിലുള്ള പ്രൈമറി അക്കൗണ്ടും എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. പിന്നെ റിമൂവ് ഫ്രം ഗ്രൂപ്പ്സ്, അവൻ ഏത് ഗ്രൂപ്പിലേക്കാണോ ആഡ് ചെയ്യപ്പെട്ടത് ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, അവനെ ഒഴിവാക്കാം. ഉദാഹരണത്തിന് ഒരാൾ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തു, ലീവ് ആയിക്കണം, ഒഴിവായിക്കണം, എന്നാലും അയാളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കമ്പനിയുടെ എന്തെങ്കിലും പുതിയ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് ആ ഡാറ്റ ഒക്കെ എന്ത് ചെയ്യും, അപ്പൊ അയാൾ നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് ലീക്ക് ആവാനും അത് ആ കമ്പനി യൂസ് ചെയ്ത് ചിലപ്പോൾ ഈ കമ്പനിയേക്കാൾ മുമ്പന്തിലേക്ക് വരാൻ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും വൾനറബിലിറ്റീസും ഇത് മുഖാന്തരം വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഡീ പ്രൊവിഷനിങ് എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ കമ്പനികളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിവോക്ക് ആപ്പ് ആക്സസ്. അയാൾക്ക് ചിലപ്പോൾ നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആപ്പുകളിലേക്കും ആക്സസ് കൊടുത്തിട്ടുണ്ടാവും. ചില കമ്പനികളിൽ നമ്മൾ ചില കമ്പനികളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ബാഫക്കിയിലാണ് ഞാൻ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് bafaki@muhsin@bafaki.in എന്നൊരു സ്പെഷ്യൽ മെയിൽ ഐ ഡി തന്നിട്ടുണ്ടാവും. അത് ബാഫക്കിയിൽ നിന്ന് ഞാൻ വിരമിച്ചതിന് ശേഷം എനിക്ക് ആ മെയിൽ ഐ ഡിയിലേക്ക് ആക്സസ് ഉണ്ടാവും എന്നുള്ളത് പറ്റൂല. കാരണം ആ മെയിൽ ഐ ഡി ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ മിസ്യൂസിങ് നടത്താം. ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, ബാഫക്കിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് എന്ത് ചെയ്യാണ്, മെയിൽ ചെയ്യാണ്, ഞാൻ ബാഫക്കിയിലെ സ്റ്റാഫാണ്, ഇപ്പോൾ എൻ്റെ ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസ് കണ്ടിട്ടുണ്ട്, അപ്പൊ ഞാനത് എന്ത് ചെയ്യണം, സ്റ്റാഫിനോട് പറയാതിരിക്കണമെങ്കിൽ എനിക്ക് ഇത്ര രൂപ എന്ത് ചെയ്യണം, എന്റെ അക്കൗണ്ടിലേക്ക് അയച്ചാണെന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കുട്ടിക്ക് മെയിൽ അയക്കുകയാണെങ്കിൽ ആ കുട്ടി വിചാരിക്കുന്നത് എന്താണ്, ഒറിജിനൽ ആണെന്ന്. കാരണം കുട്ടി നോക്കണം മെയിൽ ഐ ഡി എന്താണ്, muhsin@bafaki.in ആണ്. അപ്പോൾ കുട്ടി വിചാരിക്കുന്നത് ഇയാൾ ശരിക്കും ബാഫക്കിയിലെ സ്റ്റാഫാണ്. കാരണം സ്റ്റാഫ് അല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള ഒരു യുണീക്ക് മെയിൽ ഐ ഡി കിട്ടൂലല്ലോ. അപ്പോ ഒരാൾ ഒരു കമ്പനിയിൽ നിന്ന് ഓഫ് ബോർഡ് ആയി കഴിഞ്ഞാൽ, അയാള് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ കമ്പനിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷനിലേക്കുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാവും. ആ ആനുകൂല്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഇല്ലാണ്ടാക്കണം. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷനിലുള്ള അയാളുടെ ആക്സസുകൾ, ഇമെയിൽ അക്കൗണ്ടുകൾ, VPN, ക്ലൗഡ് സർവീസുകൾ, ഇപ്പോൾ അതിന് ഗൂഗിളൊക്കെ എന്ത് ചെയ്യും, 1 TB സ്റ്റോറേജും 2 TB സ്റ്റോറേജ് ഒക്കെ നമുക്ക് തരും ഓരോ കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത്. എന്റെ കമ്പനിയിലൊക്കെ വെച്ചാൽ അൺലിമിറ്റഡ് ഗൂഗിൾ സ്റ്റോറേജ് ആണ് നമുക്ക് ചെയ്യുന്നത്, കമ്പനിയിൽ കയറും തന്നിക്കുന്നത്. അപ്പൊ അത് ആ കമ്പനി നമ്മൾ ഒഴിവാകുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ആ സ്റ്റോറേജ് ഒക്കെ നമുക്ക് മിസ്സാവും. ഒക്കെ ആ സ്റ്റോറേജിലേക്കുള്ള നമ്മൾ ആക്സസ് ഒക്കെ എന്ത് ചെയ്യും, അവരെടുത്ത് ഒഴിവാക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ആ കമ്പനിയിൽ നമുക്ക് കിട്ടുമ്പോഴുള്ള ആനുകൂല്യങ്ങളാണ്, നമ്മൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ ആനുകൂല്യങ്ങളാണ്. അപ്പൊ കമ്പനി നമ്മൾ ലീവ് ചെയ്യണമെന്ന് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇറങ്ങാൻ. ഓക്കെ, ഇത് നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഒഴിവാക്കാൻ ഒരു ടീം തന്നെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് റെഗുലർ ഓഡിറ്റ്. പീരിയോഡിക്കലി റിവ്യൂ ആൻഡ് ഓഡിറ്റ് യൂസർ അക്കൗണ്ട് ടു എൻഷുർ നോ ഡോമെന്റ് അക്കൗണ്ട് ഓർ ലിനേജിംഗ് ആക്സസ് റിമെയിൻസ്. അഥവാ
കൃത്യമായിട്ട് ഓഡിറ്റുകൾ നടത്തുന്നതാണ്. അപ്പൊ നിലവിൽ കമ്പനിയിൽ ഒഴിവായ ആളുകൾ ഇപ്പോഴും മാക്സ് ഉണ്ടോ ഇല്ലേ, പിന്നെ പുതുതായിട്ട് കയറിയ ആളുകൾക്ക് കൃത്യമായിട്ട് നമ്മൾ അക്കൗണ്ടുകൾ യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലേ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ഓഡിറ്റ് ചെയ്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം അത് മുഖാന്തരം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ റീബോക്ക് ആപ്പ് ആക്സ് എന്നുള്ള ഒന്നുകൂടി സിമ്പിളായി മനസ്സിലാക്കി. റീബോക്ക് ആപ്പ് ആക്സ് നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ആപ്പുകൾക്കുള്ള ആക്സുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ കമ്പനിയിൽ തന്നെ പല ആപ്പുകൾ ഉണ്ടല്ലോ, ആ ആപ്പുകളിലേക്കുള്ള ആക്സ് ഒക്കെ എന്ത് ചെയ്യണം, കമ്പനിയിൽ നിന്ന് നമ്മൾ ഓഫ് ബോർഡ് ആയി കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള നമ്മൾ ആക്സ് എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയല്ലോ ഒരാൾക്ക് എന്തെല്ലാം രീതിയിൽ ആൾക്ക് അതെല്ലാം മിസ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടൈമാണ്. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയ രണ്ടാമത്തെ ടൈമിലേക്കാണ് വരുന്നത്. ഒന്നാമത്തെ ടൈം നമ്മൾ പഠിച്ചു ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്, അഥവാ ഒരാളെ അത് ഓൺ ബോർഡിങ് നടത്തുന്നതും ഓഫ് ബോർഡിങ് നടത്തുന്നതും പ്രൊവിഷനിങ്ങും ഡീ പ്രൊവിഷനിങ്ങും ഒക്കെ ഉൾപ്പെട്ട മൊത്തം ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐഡന്റിറ്റി ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ടൈമാണ് ഡയറക്ടറി സർവീസ് എന്നുള്ളത്. ഡയറക്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്കൊന്നും വല്ലാണ്ട് പരിചയം ഉണ്ടാവില്ല, നമുക്കൊക്കെ നല്ല പരിചയമുള്ള സാധനമാണ്. പണ്ടൊക്കെ ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയും. ടെലിഫോൺ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു നാട്ടിൽ ടെലിഫോൺ ഡയറക്ടറി ഉണ്ടെങ്കിൽ, ഇപ്പൊ അതിന് കൽപ്പഞ്ചേരി പഞ്ചായത്തിന് ടെലിഫോൺ ഡയറക്ടറി ഉണ്ടെങ്കിൽ കൽപ്പഞ്ചേരി പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരെയും നമ്പർ എന്തുണ്ടാവും, ആ ഡയറക്ടറിയിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരാൾക്ക് വിളിക്കാൻ ചെയ്യലെന്ന് വെച്ചാൽ ആ ഡയറക്ടറിയിൽ നോക്കിയാണ് ആൽഫബറ്റിക് ഓർഡറിലേക്ക് ഉണ്ടാവുക. ആ ഡയറക്ടറിയിൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്പർ കണ്ടെത്തി വിളിക്കലാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോ നമുക്ക് സിമ്പിൾ ആണ്. ഒരാൾ നമ്പർ വേണമെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുകയെ ഒക്കെ മുഖാന്തരം നമ്മൾ നമ്പർ ഒപ്പിച്ച് അങ്ങനെയൊക്കെയാണ് വിളിക്കൽ. ഇപ്പോ പണ്ടൊക്കെയാണ് ഇങ്ങനെ ഡയറക്ടറി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യല്. അപ്പോൾ ഡയറക്ടറി തന്നെ ഇതാണ് സംഭവം. ഒരാളുടെ മൊത്തം ഡാറ്റകൾ, ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ ഒരാൾ ജോയിൻ ചെയ്തു, അപ്പൊ അയാളുടെ മൊത്തം ഡാറ്റകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അയാളുടെ നെയിം, അയാളുടെ ഇമെയിൽ ഐ ഡി, അയാളുടെ ഫോൺ നമ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോറിംഗ് സംഭവത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയറക്ടറി സർവീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ യൂസർ പ്രൊഫൈൽസ്, ആട്രിബ്യൂട്ട്സ്, അയാളുടെ നെയിം, ഇമെയില്, അതുപോലെ തന്നെ അയാളുടെ പാസ്വേഡ്, പിന്നെ അയാളുടെ റോൾസ് എന്താണ്, ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, പിന്നെ ഡിവൈസ് ഇൻഫർമേഷൻ, അയാൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏതാണ്, മൊബൈൽ ഫോൺ ഏതാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ, നമ്മളെ കമ്പ്യൂട്ടർ നമ്മുടെ സെർവറിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കും, നമ്മുടെ ഡാറ്റ ആയിട്ട്. അപ്പൊ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്ടറി സർവീസ് എന്ന് വിളിക്കുന്നത്. അതൊന്നുകൂടി പറഞ്ഞാൽ എ സെൻട്രലൈസ്ഡ് സിസ്റ്റം ദാറ്റ് ആക്ട്സ് ആസ് എ കോംപ്രഹെൻസീവ് ഡാറ്റാബേസ് ഫോർ മാനേജിംഗ് നെറ്റ്വർക്ക് റിസോഴ്സസ് ആൻഡ് യൂസർ ഐഡന്റിറ്റീസ്. അപ്പൊ മൊത്തം നമ്മൾ ഈ പറയുന്ന യൂസർ ഐഡന്റിറ്റികൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണിത്. ഇവിടെ എന്ത് ചെയ്യും, നമ്മളൊരു കോംപ്രഹെൻസീവ് ഡാറ്റാബേസ് അല്ലെ, കാരണം ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ആളുകളുടെ മൊത്തം ഇൻഫർമേഷൻ ഉൾക്കൊള്ളുന്ന ഒരു കോംപ്രഹെൻസീവ് ഡാറ്റാബേസ് ആണിത്. ഓക്കെ, അപ്പൊ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും മെയിൽ ഐ ഡി, പാസ്വേഡ്, അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടിന്റെ പാസ്വേഡുകൾ, അവരുടെ റോളുകൾ ഏതാണ്, അവരുടെ ഗ്രൂപ്പുകൾ ഏതാണ്, അവരിതിൽ എൻറ്റർ ചെയ്തിട്ടുള്ള ഡാറ്റകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ് എന്ത്, ഈ ഡയറക്ടറി സർവീസ് എന്നുള്ളത്. അപ്പൊ ഒരു കമ്പനിയുടെ ഡയറക്ടറി സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്ടറി സർവീസിലേക്ക് നമുക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തെല്ലാം കിട്ടും, ആ കമ്പനിയിൽ ആരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഐഡന്റിറ്റികൾ എന്തൊക്കെയാണ്, അവരുടെ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, അവരുടെ പാസ്വേഡുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡയറക്ടറി സർവീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. പിന്നെ അതിന് യൂസ്ഡ് ഫോർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ അതിനൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടൈമാണ്, ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. ഇത് സിംഗിൾ സൈൻ ഓൺ, SS ഓൺ എന്നുള്ളതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറയണം, ബാക്കി നിങ്ങൾ വായിച്ചു നോക്കാൻ പറ്റും. സിംഗിൾ സൈൻ ഓൺ എന്ന് പറഞ്ഞാല് ഒറ്റ സിംഗിൾ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത്ര തന്നെ. നമ്മുടെ allows users to authenticate once and gain access to multiple independent software systems and applications without logging in again for each. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റി പോർട്ടൽ എന്ത് ചെയ്തു, ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇനി ഒരു ലീവ് റിക്വസ്റ്റ് അയക്കാൻ വീണ്ടും ലോഗിൻ ചെയ്യുക, പിന്നെ റിസൾട്ട് നോക്കാൻ വീണ്ടും ലോഗിൻ ചെയ്യുക, പിന്നെ മാർക്ക് നോക്കാൻ വീണ്ടും ലോഗിൻ ചെയ്യുക. അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഒറ്റ ലോഗിനിൽ തന്നെ എന്ത് ചെയ്തു മൊത്തം പരിപാടികൾ നടക്കണം. അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റം നമ്മൾ സിംഗിൾ സൈൻ ഓൺ. അപ്പൊ ഒറ്റ സൈനിങ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയണം, നമുക്ക് നടത്താൻ കഴിയണം. ഓക്കെ, അപ്പൊ ആ ഒരു പരിപാടിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംഗിൾ സൈൻ ഓൺ എന്ന് പറയും. ചില കമ്പനികൾ, അതുപോലെ തന്നെ ചില വെബ്സൈറ്റുകളൊക്കെ കുറച്ചും കൂടി സെക്യൂരിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, അവർ സിംഗിൾ സൈൻ ഓൺ സംഭവം ഓഫ് ആക്കി വെക്കും. അതായത് നമ്മൾ ഇപ്പൊ അതിന് മാർക്ക് നോക്കണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ റിസൾട്ട് നോക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ സൈൻ ചെയ്യണം.
അതുപോലെ തന്നെ എന്തെങ്കിലും ലീവ് റിക്വസ്റ്റ് അയക്കണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ അധിക സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് സിംഗിൾ സൈൻ ഓൺ എന്നുള്ളത്. ഒറ്റ സൈനിങ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണം, അഥവാ ഒതന്റിക്കേറ്റ് വൺസ്, പിന്നെ എന്ത് ചെയ്യാൻ കഴിയണം, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ആക്സസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടണം, വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, സർവീസുകൾ ലഭ്യമായിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് അധികം യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ചില കമ്പനികൾ ഈ സിംഗിൾ സൈൻ ഓൺ ഫോളോ ചെയ്യാത്തതുകൊണ്ട് അത് സെക്യൂരിറ്റി മെഷേഴ്സ് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോ ഇതൊക്കെ തന്നെയാണ്. ഇനി ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യം യൂസർ എന്ത് ചെയ്യും, ആ കമ്പനിന്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ഐഡന്റിറ്റി പ്രൊവൈഡ് വെരിഫൈസ്, അപ്പൊ ആ കമ്പനി എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടോ ഇല്ലേ എന്നൊക്കെ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ടോക്കൺ, അഥവാ ഓരോ വട്ടം നമ്മൾ ലോഗിൻ ചെയ്യണം പറ്റും നമുക്ക് ഒരു ടോക്കൺ ജനറേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ടോക്കൺ ജനറേറ്റ് ആവണൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം എല്ലാ ദിവസവും ഒരേ ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, നമുക്കറിയില്ല ഏത് ദിവസമാണ് ഇയാൾ ഇത് ആക്സസ് ചെയ്തതെന്ന്. അപ്പൊ അതിനാണ് നമ്മൾ കമ്പനികളിലൊക്കെ ഇതൊക്കെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളാട്ടോ, ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളാണ്. അഥവാ നമ്മൾ ഓരോ വട്ടം ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ഓരോ വട്ടം ഒരു ടോക്കൺ ജനറേറ്റ് ആവുന്നുണ്ട്, ഒരു യുണീക്ക് ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും. ഈ യുണീക്ക് ടോക്കൺ എന്തിനാണ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടത്തി കഴിഞ്ഞാല് അത് ഏത് ദിവസമാണ്, ഏത് ടൈമിലാണ്, ഏത് ഡിവൈസിലാണ് നടന്നതെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ടോക്കൺ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഒരു ദിവസം നമ്മൾ 3 അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ടോക്കൺ വരെ എന്ത് ചെയ്യും, നമുക്ക് ജനറേറ്റ് ആവുന്നതാണ്. അപ്പൊ അങ്ങനെ ഓരോ ടൈമിലും എന്ത് ചെയ്യും, നമുക്ക് ഓരോ ടൈമിൽ നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ ടോക്കൺ ജനറേറ്റ് ആവുന്നുണ്ട്. പിന്നെ ആപ്സ് ട്രസ്റ്റ് ദ ടോക്കൺ, അപ്പൊ ഈ ടോക്കൺ എന്ത് ചെയ്യും, ആപ്പ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ ലോഗിൻ ചെയ്യണ സമയത്ത് ഈ ടോക്കൺ ട്രസ്റ്റ് ചെയ്തിട്ട് വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് അതിലേക്കുള്ള ആക്സസ് തരുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ സിംഗിൾ സൈൻ ഓൺ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ള ആ വർക്ക് ഫ്ലോ ആണ് ആ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കാം. അപ്പൊ ഇൻസ്റ്റാഗ്രാമുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ദിസ് ടോക്കൺ ഫോർ സീംലെസ് ആക്സസ് എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ റീ ഒതന്റിക്കേഷൻ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ഇത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ് കുറച്ചും കൂടി സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുക ഗൂഗിൾ അക്കൗണ്ടിന്. കാരണം ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ ഒരു വട്ടം സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജിമെയിൽ അക്കൗണ്ട് ചെയ്യാൻ വീണ്ടും സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യൂട്യൂബ് ആക്സസ് ചെയ്യാൻ വീണ്ടും സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒറ്റ സൈനിങ് കൊണ്ട് തന്നെ യൂട്യൂബിലേക്കും അതുപോലെ തന്നെ ജിമെയിൽ അക്കൗണ്ടിലേക്കും പിന്നെ ഗൂഗിളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ടോ, ഗൂഗിൾ ഫോം ആവട്ടെ, പിന്നെ ഗൂഗിൾ സൈറ്റ് ആവട്ടെ, എല്ലാത്തിലേക്കും നമുക്ക് എന്ത് ചെയ്യും, ഒറ്റ സിംഗിൾ സൈൻ കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ആക്സസ് കിട്ടുകയാണ്. അപ്പൊ ഈ ഗൂഗിളുമായി ബന്ധപ്പെട്ട ഗൂഗിൾ നമുക്ക് എന്ത് ചെയ്തു, ടോക്കൺ ക്രിയേറ്റ് ചെയ്തു. ആ ടോക്കൺ വെച്ചിട്ട് കണക്റ്റഡ് ആപ്ലിക്കേഷൻ, ഈ ഗൂഗിളുമായി കണക്ട് ചെയ്തുള്ള ആപ്ലിക്കേഷനൊക്കെ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ദിസ് ടോക്കൺ, ഈ ടോക്കൺ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും ഫോർ സീംലെസ് ആക്സസ്, നമുക്ക് വളരെ സുതാര്യമായുള്ള ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ റീ ഒതന്റിക്കേഷൻ, വീണ്ടും വീണ്ടും ഒതന്റിക്കേറ്റ് ചെയ്യാനുള്ളത്. അഥവാ യൂട്യൂബ് ഓൺ ആക്കാൻ വീണ്ടും ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറയാം. അഥവാ ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇത് യൂസ് ചെയ്യണമെന്ന് ഒതന്റിക്കേഷൻ നടത്താം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒതന്റിക്കേറ്റ് ചെയ്യാൻ പറയാ, അങ്ങനെ ചോദിക്കൂല. ഒറ്റ സൈനിങ് കൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിരിക്കണം. അല്ലാതെ ഗൂഗിൾ സൈനിങ് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്കും ആക്സസ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള സർവീസുകളിലേക്ക് ആക്സസ് കിട്ടുന്നതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് ഫേസ്ബുക്ക് ലോഗിൻ കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ആക്സസ് കിട്ടും. കാരണം രണ്ടിന്റെ പാരന്റ് കമ്പനി സെയിം ആയതുകൊണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് അഥവാ ഒറ്റ സൈനിങ് കൊണ്ട് മൾട്ടിപ്പിൾ സർവീസുകൾക്ക്, മൾട്ടിപ്പിൾ ആക്സസുകളിലേക്ക് നമുക്ക് കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ നമ്മൾ സിംഗിൾ സൈൻ ഓൺ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടൈമാണ് ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് പഠിക്കാനുള്ളത്. ഇനി അതിലേക്കുള്ള റിസ്ക്കും സൊല്യൂഷനും പറയുന്നുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഇഫ് മെയിൻ ഐഡന്റിറ്റി പ്രൊവൈഡ്സ് ക്രെഡൻഷ്യൽസ് ആർ കോംപ്രമൈസ്ഡ് ആൻഡ് അറ്റാക്കർ ഗെയിൻ ആക്സസ് ടു ഓൾ കണക്റ്റഡ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഡാറ്റ. അപ്പൊ ഇതിലൊരു റിസ്ക് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാല് അയാൾക്ക് എന്ത് ചെയ്യും, ഗൂഗിളുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടിലേക്കും എന്ത് ചെയ്യും, ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ ഒറ്റ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്താൽ മതി, ബാക്കി മൊത്തം അയാൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അഥവാ ഒരാളുടെ ജിമെയിൽ അക്കൗണ്ട് ലീക്ക് ആയാൽ തന്നെ അയാളുടെ ഈ ജിമെയിലുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, യൂട്യൂബ്, ജിമെയിൽ പോലെ സാധനങ്ങൾ, ഇതിലേക്കൊക്കെ അയാൾക്ക് എന്ത് ചെയ്യും, ആക്സസ് കിട്ടും. അപ്പൊ ഇതിൽ വരുന്ന ഒരു സിംഗിൾ സൈൻ ഓൺ തന്നെ ഈ ഒരു ഫീച്ചറിൽ വരുന്ന ഒരു റിസ്ക് ആണ്. ഇനി അതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, always implement multi-factor authentication to add an extra layer of security and significantly mitigate the risk. അഥവാ മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കാരണം 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം ഗൂഗിളിലൊക്കെ ഇപ്പോൾ അധികം ഓൺ ആക്കിയിട്ടുണ്ട്. കാരണം 2 ഫാക്ടർ ഒതന്റിഫിക്കേഷൻ മസ്റ്റ് ആണ്. കാരണം രണ്ട് രീതിയിൽ, അഥവാ നമ്മൾ തന്നെയാണ് ഈ സാധനം യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒതന്റിഫിക്കേഷൻ നടത്തുന്നത്. അപ്പൊ നോർമലി ഒതന്റിഫിക്കേഷൻ മെത്തേഡ് എന്താണ്, നമ്മളെ യൂസർ നെയിം അടിക്കുക, പിന്നെ പാസ്വേഡ് അടിക്കുക. അപ്പൊ അത് ഒറ്റ സാധനം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളാണ് ഇത് യൂസ് ചെയ്യണം മനസ്സിലാക്കുന്നുള്ളൂ.
ഇനി അതിന്റെ ഒപ്പം ഒരു OTP കൂടി ഉണ്ടെങ്കിൽ എന്തായി 2-factor authentication ആയി. ഇനി അതിന്റെ ഒപ്പം എന്ത് ചെയ്തു ഒരു ഫിംഗർ പ്രിന്റും കൂടി ഒരു ആക്സസ് അഥവാ ഒരു വട്ടം ഗൂഗിളിൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ പാസ്വേഡ് അടിക്കണം, പിന്നെ OTP വരുമ്പോൾ ആ OTP എൻ്റർ ചെയ്യണം, പിന്നെ നമ്മളെ ഫിംഗർ പ്രിന്റ് എന്ത് ചെയ്യണം നമ്മൾ ഇതിൽ കൊടുക്കണം. അപ്പൊ ഇവിടെ 3 സാധനങ്ങൾ എന്ത് ചെയ്തു ഒതന്റിഫിക്കേഷൻ ചെയ്തു. നമ്മൾ തന്നെയാണ് ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്യണമെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 3 സാധനങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു. അപ്പൊ ഇങ്ങനെ 2-ലധികം സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എപ്പോഴും മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സിംഗിൾ സൈൻ ഓൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സർവീസുകളിൽ വരുന്ന ആ ഒരു റിസ്ക് എലമെന്റ് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ജിമെയിൽ അക്കൗണ്ട് പാസ്വേഡ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അയാൾക്ക് ഈ OTP കിട്ടണം, പിന്നെ നമ്മൾ ഫിംഗർ പ്രിന്റും കിട്ടണം. ഈ OTP ഫിംഗർ പ്രിന്റും അങ്ങനെ സിമ്പിൾ ആയി കിട്ടുക എന്നുള്ളത് അങ്ങനെ പോസിബിൾ അല്ലല്ലോ. ഓക്കെ, അപ്പൊ അത്തരത്തില് നമ്മൾ മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള റിസ്കുകളിൽ നിന്ന് എന്ത് ചെയ്യാം രക്ഷപ്പെടാൻ എന്നുള്ളതാണ്. അതല്ല നമ്മൾ ഇങ്ങനെ മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ സിമ്പിൾ ആയിട്ട് അയാളുടെ യൂസർ നെയിം പാസ്വേഡ് മാത്രമേ അയാൾ എന്ത് ചെയ്തുള്ളൂ വെച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ യൂസർ നെയിം പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം ഇതുമായി കണക്ട് ചെയ്ത ഈ ജിമെയിലുമായി കണക്ട് ചെയ്ത എല്ലാ സർവീസുകൾക്കും അയാൾക്ക് ആക്സസ് കിട്ടും. അപ്പൊ അതല്ല നമ്മൾ കൃത്യമായിട്ട് മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഒക്കെ നടത്തി OTPയും ഫിംഗർ പ്രിന്റും പിന്നെ അതിന് പുറമെ പാസ്വേഡ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ട് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്ര പെട്ടെന്നൊന്നും കയറാൻ കഴിയില്ല. കാരണം ഒരിക്കലും കയറാൻ കഴിയില്ല. കാരണം OTP കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അത് 1 ടൈം പാസ്വേഡ് ആണ്, അത് അയാൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് വരും, അതിനൊരു ടൈം ഉണ്ടാവും, ആ ടൈമിനുള്ള അടിച്ചിട്ട് വീണ്ടും എന്ത് ചെയ്യും റീജനറേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് നമ്മൾ വിരൽ കട്ടിട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ടെക്നോളജി ഉപയോഗിച്ച് റീജനറേറ്റ് ചെയ്യേണ്ടി വരും, അത് നടക്കൂല. അപ്പൊ ഇത്തരം ഈ ഒരു സിംഗിൾ സൈനിൽ വരുന്ന ഒരു റിസ്ക് ആണത്. ഈ റിസ്കിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് MFA എന്ന് വിളിക്കുന്ന മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അപ്പൊ ഈ ഒരു ടേമാണ് അവസാനമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ക്ലിയർ ആവാനുള്ളത്. അപ്പൊ ഇതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ഒതന്റിഫിക്കേഷന് ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്, അത് നമുക്ക് ഇനി ഇൻഷാ അല്ലാഹ് അടുത്തൊരു ചർച്ച ചെയ്യാം.